ಮಂಗಳಾ ಸಿಸ್ಟರ್ വീട്ടിലാണ് ಪ್ರಾರ್ಥನ. ಇವತ್ತು ಸಾಯಂಕಾಲದ ಕೂಟ RPC ಲೇಔಟಲ್ಲಿರುವಂತಹ ಮಂಗಳಾ ಸಿಸ್ಟರ್ ಮನೆಯಲ್ಲಿ ಇವತ್ತು ಪ್ರಾರ್ಥನೆ ಇದೆ. എല്ലാവരും 6:30 സമയത്തിന് വരിക എന്ന് ഓർപ്പിക്കുക. 6:00 പ്രാർത്ഥನೆ ಇದೆ, ನೀವೆಲ್ಲರೂ ಅಲ್ಲಿ ಸೇರಿ ಬನ್ನಿ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ധാരാളമായി പകരപ്പെടട്ടെ. ದೇವರ ಆಶೀರ್ವಾದಗಳು ಧಾರಾಳವಾಗಿ ನಾವು ಹೊಂದಿಕೊಳ್ಳೋಣ. കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവസന്നിധിയിൽ വരുന്നവർ നമ്മൾ ബ്രദറൻകാരെ പോലെ ഇരിക്കാനല്ല, നമ്മൾ പെന്തക്കോസുകാരായി ദൈവത്തെ ആരാധിച്ച് ബലം പ്രാപിച്ച് മടങ്ങി പോകണം. ನಾವು ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಪ್ರಾರ್ಥನೆಗಾಗಿ ಬರುವವರು ಬ್ರದರನ್ ಸಭೆಯಲ್ಲಿ ಬಂದು ಕೂತ್ಕೊಳ್ಳುತ್ತಾರಲ್ಲ, ನಾವು ಪೆಂಟಕೋಸ್ಟ್ ಸಭೆಗೆ ಬಂದವರು ಆ ರೀತಿಯ ಒಂದು ಸಂತೋಷದಿಂದಲೂ ಆತ್ಮದಲ್ಲಿ ತುಂಬಲ್ಪಟ್ಟವರಾಗಿ ಇರೋಣ. ആ ആത്മാവിന്റെ ശക്തി പ്രാപിച്ചവർ അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പോയാൽ ദൈവവചനം പറയുന്നു 1-ാം നൂറ്റാണ്ടിൽ അത്ഭുതങ്ങൾ നടന്നത് എങ്ങനെയാണ്? അവർ ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെട്ടു എന്നുള്ളതാണ്. ನಾವು ದೇವರಾತ್ಮನಲ್ಲಿ ತುಂಬಲ್ಪಟ್ಟವರಾಗಿ ಮುಂದಕ್ಕೆ ಹೋಗುವಾಗ ಮೊದಲನೇ ಶತಮಾನದಲ್ಲಿ ಹೇಗೆ ದೇವರ ಆತ್ಮನು ಬಿಡುಗಡೆಯನ್ನು ಅದ್ಭುತವನ್ನು ಮಾಡಿದನೋ ಅದೇ ಪ್ರಕಾರವಾಗಿ ಈಗಲೂ ಮಾಡಲಿಕ್ಕೆ ಆತನ ಶಕ್ತಿ ಇದ್ದಾನೆ. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോകുന്നു. ಪೇತ್ರ ಯೋಹಾನರು ದೇವಾಲಯಕ್ಕೆ ಹೋಗುವಂತ അപ്പോൾ ಸಮಯದಲ್ಲಿ ഭിക്ഷ യാചിച്ചുകൊണ്ട് ഒരു മുടന്തനായ വ്യക്തി ಭಿಕ್ಷೆ ಬೇಡುವಂತಹ ಹುಟ್ಟು ಕುಂಟನಾದ ಒಬ್ಬ ವ್ಯಕ್ತಿ ಆ ರಸ್ತೆ ಬದಿಯಲ್ಲಿ ಕೂತಿದನು. അവന് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും തരണം എന്നുള്ളത്. ಆ ಭಿಕ್ಷಕ ಈ ರೀತಿಯಾಗಿ ಅವನು ಯಾಚನೆ ಮಾಡಿದ, ನನಗೇನಾದ್ರೂ ಕೊಡುವಿರಾ? അപ്പോൾ ഈ പത്രോസ് പറയുന്ന എന്താണ്? ಪೇತ್ರ ಯೋಹಾನರಲ್ಲಿ ಪೇತ್ರನು ಈ ರೀತಿಯಾಗಿ ಹೇಳ್ದ, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ಬೆಳ್ಳಿ ಬಂಗಾರವೂ ನಮ್ಮ ಹತ್ತಿರವಿಲ್ಲ, ഞങ്ങൾക്കുള്ളത് ഞാൻ നിങ്ങൾക്ക് തരാം, നിനക്ക് തരാം. ನಾವು ನಮ್ಮಲ್ಲಿರುವುದನ್ನ ನಾನು ನಿನಗೆ ಕೊಡುತ್ತೇನೆ. എന്താണ് ഇവരിൽ ഉണ്ടായിരുന്നത്? ಏನು ಇವರ ಹತ್ರ ಇದ್ದಿದ್ದು? ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇവരുടെ ഉണ്ടായിരുന്നു. ದೇವರ ಆತ್ಮನ ಶಕ್ತಿ. ഇന്ന് പകൽ ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളെ, ಇವತ್ತು ದೇವರ ವಾಕ್ಯವನ್ನ ಕೇಳುವಂತಹ ದೇವರ ಮಗುವೇ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ದೇವರ ಆತ್ಮನ ಶಕ್ತಿಯು ನನ್ನಲ್ಲಿ ಇಳಿದು ಬರುವಾಗ, ആ ശക്തിയിൽ കൂടെ നമ്മൾ നടത്തപ്പെടുകയാണെങ്കിൽ, ಆ ಶಕ್ತಿಯಿಂದ ನನ್ನನ್ನು ದೇವರು ನಡೆಸುವಾಗ, നാം ഒരു സാധാരണ വ്യക്തികളായിരുന്നാലും, ನಾವು ಒಬ್ಬ ಸಾಧಾರಣ ವ್ಯಕ್ತಿಯಾದ വചനത്തെ കുറിച്ച് ഒരു അറിവ് നമുക്കില്ലെങ്കിലും, ವಾಕ್ಯದ ಕುರಿತಾಗಿ ಹೆಚ್ಚಿನ ತಿಳುವಳಿಕೆ ഒരു എക്സ്പീരിയൻസ് നമുക്കില്ലെങ്കിലും, ಇದಕ್ಕಿಂತ ಮುಂಚಿತವಾಗಿ ಯಾವ ಪರಿಚಯ ಇಲ್ಲದೆ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ದೇವರ ಆತ್ಮ ನನ್ನಲ್ಲಿರುವಾಗ, ആ ആത്മാവാണ് അവിടെ അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നത്. ಆತ್ಮನು ಆ ವಿಷಯದ ಮೇಲೆ ಅದ್ಭುತ ಮಾಡುತ್ತಾನೆ. നമ്മൾ പറയുന്ന വാക്കുകൾ, ನಾವು ಹೇಳುವ ಮಾತುಗಳು അത് നമ്മുടെ വാക്കുകളായിരിക്കില്ല, ನಮ್ಮ അത് ಮಾತಾಗಿರುವುದಿಲ್ಲ, ദൈവത്തിന്റെ വാക്കുകളാകും. ದೇವರ ആ ಮಾತಾಗಿರುತ್ತದೆ. വാക്ക് ജീവനും ചൈതന്യമുള്ള ಆ വാക്കാകും. ಮಾತು ಜೀವವು ಚೈತನ್ಯವನ್ನು കാരണം ഞാൻ ಕೊಡುತ್ತದೆ. മുമ്പേ പറഞ്ഞു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ದೇವರ ವಾಕ್ಯವು ಜೀವವು ಚೈತನ್ಯವುಳ್ಳದಂತ. ചൈതന്യമില്ലാത്ത വ്യക്തികളെ ചൈതന്യം ഉണ്ടാക്കുന്നതാണ് ദൈവവചനം. ಚೈತನ್ಯ ಇಲ್ಲದೆ ಇರುವಂತ ವ್ಯಕ್ತಿಗಳಿಗೆ ಚೈತನ್ಯ ಕೊಡುವಂತದ್ದಾಗಿದೆ. നഷ്ടപ്പെട്ട ചൈതന്യത്തെ നൽകുന്ന വചനമാണ്. ನಷ್ಟವಾದ ಚೈತನ್ಯವನ್ನ ಮರಳಿ കഴിഞ്ഞ ಕೊಡುವಂತದ್ದಾಗಿದೆ. ദിവസം ഞാൻ ഓർപ്പിച്ചു, കഴിഞ്ഞ ദിവസം നമ്മുടെ സിസ്റ്ററുടെ വീട്ടിലാണ്, യാക്കോബിന്റെ ജീവിതത്തിൽ ചൈതന്യമുണ്ടായിരുന്നു. ಯಾಕೋಬನ ಜೀವಿತದಲ್ಲಿ ಚೈತನ್ಯವಿತ್ತು. അവൻ ചൈതന്യത്തോടെ ജീവിച്ചു കൊണ്ടിരുന്നു. ಅವನು ಚೈತನ್ಯದಿಂದ ಬದುಕುವವನಾಗಿದ್ದನು. 12 മക്കളാണ് ഉണ്ടായിരുന്നത്. ಅವನಿಗೆ 12 ಜನ ಮಕ್ಕಳು. അങ്ങനെയുള്ളപ്പോൾ ಆಗಿರುವಾಗ ഒരു മകൻ മരിച്ചുപോയി എന്ന് കേട്ടപ്പോൾ, ಒಂದು ಮಗನು ಸತ್ತು ಹೋದನು ಎಂಬುದಾಗಿ ಕೇಳಿದಾಗ, അവന്റെ കീറിയ ഷർട്ട് ഡ്രസ് കണ്ടപ്പോൾ, ಅವನ ರಕ್ತ ಕಲೆಯಿಂದ ಹರಿಯಲ್ಪಟ್ಟಂತಹ ಬಟ್ಟೆಯನ್ನು ನೋಡಿದಾಗ യാക്കോബിന്റെ ചൈതന്യം നഷ്ടമായി പോയി. ಯಾಕೋಬನ ಚೈತನ್ಯವು ಕುಂದಿ ಹೋಯಿತು. കാരണം താൻ സ്നേഹിച്ച മകനായിരുന്നു ഈ യോസേപ്പ്. ಅವನು ತುಂಬಾ ಪ್ರೀತಿಸಿದ ಮಗನಾಗಿದ್ದನು ಯೋಸೇಫನು. വാർദ്ധക്യത്തിൽ ജനിച്ചവനായിരുന്നു. ಅವನ ಮುಪ್ಪಿನಲ್ಲಿ ಹುಟ್ಟಿದವನಾಗಿದ್ದನು. അവൻ ഇഷ്ടപ്പെട്ട ഭാര്യയിൽ ജനിച്ചവനായിരുന്നു. ಅವನು ಇಷ್ಟಪಟ್ಟಂತ ಹೆಂಡತಿಯಲ್ಲಿ ಹುಟ್ಟಿದವನು. അങ്ങനെ അവന് ഭയങ്കര വിഷമമായി. ತುಂಬಾ ನೋವಿನಿಂದ ಇರುವಂತ അവൻ ചൈതന്യം നഷ്ടപ്പെട്ടു. ಅವನಿಗೆ ಚೈತನ್ಯ ಇಲ್ಲ. 11 മക്കളും അവന്റെ കൂടെ ഉണ്ട്. 11 ಮಕ್ಕಳು ಅವನೊಟ್ಟಿಗಿದ್ದಾರೆ. എങ്കിലും ഈ യോസേപ്പിൽ നിന്ന് ലഭിച്ചിരുന്ന ചൈതന്യം അവനില്ല. ಯೋಸೇಫಿನಿಂದ ಅವನಿಂದ ಸಿಕ್ಕಿದಂತಹ ಚೈತನ್ಯವು ಅವನಲ್ಲಿ ಇಲ್ಲದೆ ಹೋಯಿತು. എന്നാൽ പിന്നീട് വർഷങ്ങൾ പലതും കഴിഞ്ഞു. ಅನೇಕ ವರ್ಷಗಳು ದಾಟಿದ 20 വർഷം കഴിഞ്ഞപ്പോൾ 20 ವರ್ಷದ ನಂತರ ഇതാ ഒരു ശബ്ദം കേൾക്കുന്നു. ಒಂದು ಶಬ್ದ ಕೇಳಲ್ಪಟ್ಟು, യോസേപ്പ് ജീവിച്ചിരിക്കുന്നു. ಯೋಸೇಫನು ಬದುಕಿದ್ದಾನೆ. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ದೇವರ ವಾಕ್ಯ ಹೀಗೆ, യാക്കോബ് ചൈതന്യം പ്രാപിച്ചു. ಯಾಕೋಬನು ಚೈತನ್ಯ ಹೊಂದಿಕೊಂಡನು. നഷ്ടപ്പെട്ടത് മടങ്ങി കിട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ, ನಷ್ಟವಾಗಿದ್ದು ಮರಳಿ ಸಿಕ್ಕಾಗ, നഷ്ടമായ ചൈതന്യം മടങ്ങി വന്നെങ്കിൽ, ನಷ್ಟವಾದಂತ ಚೈತನ್ಯವು ഈ ഉപവാസ പ്രാർത്ഥന നമ്മുടെ നഷ്ടമായ ചൈതന്യം തിരിച്ചു മേടിക്കുന്ന ഒരു ദിവസങ്ങളായി മാറട്ടെ. ಈ ಉಪವಾಸ ಪ್ರಾರ್ಥನೆಯು ನಷ್ಟವಾಗಿರುವಂತ ಚೈತನ್ಯವನ್ನ ಹಿಂದೆ ಪಡೆಯುವಂತದ್ದು. പലർക്കും പണ്ട് ചൈതന്യമുണ്ടായിരുന്നു. ಅನೇಕರಿಗೆ ಮೊದಲು ಚೈತನ್ಯ, പലർക്കും അനേക ശക്തികൾ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ಅನೇಕ
ಅನೇಕ ಆಸೆ ಆಕಾಂಕ್ಷೆಗಳಿತ್ತು. അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ಅವರು ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಪ್ರಾರ್ಥಿಸುವವರಾಗಿದ್ದರು. എന്നാൽ അവർ എന്ത് ചെയ്തു? ಅವರೇನು ಮಾಡಿದ್ರು? അവർ തങ്ങളുടെ ചൈതന്യം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ಅವರ ಚೈತನ್ಯವನ್ನು ನಷ್ಟಪಡಿಸಿಕೊಂಡು അവരുടെ ചൈതന്യം നഷ്ടപ്പെട്ടു പോയി. ಅವರ ಚೈತನ್ಯವು ನಷ್ಟವಾಯಿತು. എന്നാൽ ഈ ഉപവാസ പ്രാർത്ഥന, ಈ ಉಪವಾಸ ಪ್ರಾರ್ಥನೆ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമേ ചൈതന്യപ്പെടുത്തണമേ, ದೇವರೇ ನನ್ನ ಜೀವಿತವನ್ನು ಚೈತನ್ಯಪಡಿಸು, ദൈവമേ ഞങ്ങളെ മടക്കി വരുത്തണമേ. ಮತ್ತೆ ಹಿಂದಿರುಗಿ സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ಹೀಗೆ ಹೇಳುತ್ತಾನೆ, ഞങ്ങൾ നിന്നെ സ്തുതിക്കേണ്ടതിന്, ನಾವು ನಿನ್ನನ್ನು ಆರಾಧಿಸುವುದಕ್ಕಾಗಿ, ഞങ്ങൾ നിന്നിൽ ആനന്ദിക്കേണ്ടതിന്, ಆನಂದಿಸುವುದಕ್ಕಾಗಿ, ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? ಮತ್ತೆ ನಮ್ಮನ್ನ ಜೀವದಿಂದ ತುಂಬಿಸು. നമ്മെ കുറിച്ച് ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? ಕುರಿತಾಗಿ ದೇವರಿಗೆ നാം ദൈവത്തിൽ ആനന്ദിക്കുന്നവരാകണം, ದೇವರನ್ನು ಆರಾಧಿಸುವ, ദൈവത്തിൽ സന്തോഷിക്കുന്നവരാകണം, ദൈവത്തിൽ സ്തുതിക്കുന്നവരാകണം. അതിന് എന്ത് വേണോ? ಅದಕ್ಕಾಗಿ ಏನು ಮಾಡಬೇಕು? വെറുതെ വന്നിട്ട് പ്രയോജനമില്ല. അതിന് ചൈതന്യം വേണം, അതിന് ബലം വേണം, അതിന് ശക്തി വേണം. ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക. ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥಿಸೋಣ. ഞാൻ ആ വചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ನಾನು ವಾಕ್ಯಕ್ಕೆ ಬರುವುದಕ್ಕಿಂತ ಮುಂಚಿತವಾಗಿ ഇന്നലെ രാത്രി സംസാരിച്ച ആ വാക്യത്തിൽ ഒരു പോയിന്റ് കൂടെ ഞാൻ ഇന്നലെ രാത്രിയും പിന്നെ ഇന്ന് രാവിലെ എല്ലാം അതിനെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്ന് ഇപ്പോൾ വചനത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. ನಿನ್ನೆ ಮಾತನಾಡಿದ ವಾಕ್ಯದಿಂದ ಇನ್ನೊಂದು ವಿಷಯವನ್ನು ಹೇಳ್ತೇನೆ. ಆ ವಿಷಯವು ನನ್ನನ್ನು ಬಲಪಡಿಸ್ತಾ ಉಂಟು, ಅದು ತಿಳಿಯಪಡಿಸ್ತೇನೆ. ആ സദൃശ്യവാക്യങ്ങൾ 16:3 നമ്മൾ വായിച്ചത് ഇന്നലെ. ಜ್ಞಾನೋಕ್ತಿಗಳು 16ನೇ ಅಧ್ಯಾಯದ 3ನೇ ವಾಕ್ಯವನ್ನು ನಾವು ಓದಿದ್ದೇವೆ. വേഗത്തിലൊന്ന് വായിക്കാമോ? ആ ഓക്കെ, മലയാളത്തിൽ വായിക്കാമോ? 16:3. നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. ನಿನ್ನ ಕಾರ್ಯಭಾರವನ್ನು ಯೆಹೋವನಿಗೆ ವಹಿಸಿದರೆ ನಿನ್ನ ಉದ್ದೇಶಗಳನ್ನು നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ನಾವು ನಮ್ಮ ವಿಷಯಗಳನ್ನು ದೇವರ ಹಸ್ತಕ್ಕೆ നമ്മുടെ ഉദ്ദേശങ്ങളെ സഫലമാക്കുന്ന ഒരു ദൈവമുണ്ടെന്നാണ് ಉದ್ದೇಶವನ್ನ ಸಫಲ ಮಾಡುವಂತ ಒಬ್ಬ ದೇವರು. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ನಮ್ಮ ಕಾರ್ಯಗಳನ್ನು ದೇವರ ಹಸ್ತಕ್ಕೆ ಕೊಡುವಾಗ, ഇന്നലെ ശാന്തി സിസ്റ്ററുടെ അനുഭവത്തോടു കൂടെ ഞാൻ സംസാരിച്ചു. ಶಾಂತಿ ಸಿಸ್ಟರ್ ಅವರ ಅನುಭವದೊಟ್ಟಿಗೆ ನಾನು ಮಾತನಾಡಿದೆ. കാരണം അവരെ സഹായിപ്പാൻ വേണ്ടി ദൈവം വിശ്വാസികളെയോ പാസ്റ്ററിയല്ല കൊണ്ടുവന്നത്, ಅನ್ಯ ಜನತೆയാണ് ദൈവം കൊണ്ടുവന്നത്. ಅವರಿಗೆ ಸಹಾಯಕ್ಕಾಗಿ ವಿಶ್ವಾಸಿಯನ್ನು ಪಾಸ್ಟರ್ನು ಅಲ್ಲ, ಹೊರಗಡೆ ಜನರನ್ನ ದೇವರು ಕರ್ಕೊಂಡು ಬಂದರು. അവർ യേശുവിനെ കുറിച്ച് അറിയാത്തവർ, ಯೇಸುವಿನ ಬಗ್ಗೆ ತಿಳಿಯದೆ യേശുവിനെ ആരാധിക്കാത്തവർ, എന്നാൽ അവരെ ദൈവം അവരെ സഹായിപ്പാൻ ഉപയോഗിച്ചെങ്കിൽ, സഹാಯಕ್ಕಾಗಿ ಉಪಯೋಗಿಸಿದ್ರೆ, അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ನಾನು ಹೀಗೆ ಹೇಳಿದೆ, ഈ യഹൂദന്മാരെ ബാബേലിൽ നിന്ന് മടക്കിക്കൊണ്ടുവരാൻ ಈ ಯಹೂದರನ್ನ ಬಾಬೆಲಿಗೆ ಹಿಂದಿರುಗಿ ಕರೆದುಕೊಂಡು ಬರುವ ദൈവം ഉപയോഗിച്ചത്, ದೇವರು ಉಪಯೋಗಿಸಿದ್ದು ആ കോരേശ് രാജാവിനെയാണ്. ಕೋರೇಶಂ ಅಂತ ಒಬ್ಬ ಅರಸನನ್ನು അന്യ ദേശത്തെ ഒരു രാജാവ്, ಅವರು ಅನ್ಯ ದೇಶದ ಒಬ್ಬ ಅರಸ, യഹോവയെ ആരാധിക്കാത്തവനാണ് അവൻ. ಯೆಹೋವನನ್ನು ಆರಾಧಿಸದೆ യഹോവ ആരെന്ന് അറിയാത്തവനാണ്. ಯೆಹೋವನು ಯಾರೆಂಬುದಾಗಿ ಗೊತ್ತಿಲ್ಲ. എന്നാൽ ആ കോരേശനെ ഉപയോഗിച്ചെങ്കിൽ, ಆ ಕೋರೇಶನನ್ನು ದೇವರು ಉಪಯೋಗಿಸಿದ್ರೆ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം തന്ന വാഗ്ദത്തം നിറവേറ്റാൻ, ನನ್ನ ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ದೇವರು ಕೊಟ್ಟಂತ ವಾಗ್ದಾನವನ್ನು ನೆರವೇರಿಸುವ, ഒരുപക്ഷെ വിശ്വാസിയോ അവിശ്വാസിനെ അല്ല, പാസ്റ്ററെ അല്ല ഉപയോഗിക്കുന്നത്, ವಿಶ್ವಾಸಿಯನ್ನು ಪಾಸ್ಟರನ್ನು ಉಪಯೋಗಿಸದೇ ಇರಬಹುದು, അന്യ ജനത്തെയാണ് ഉപയോഗിക്കുന്നത്. ಅನ್ಯ ಜನರನ್ನ ದೇವರು ಉಪಯೋಗಿಸ್ತಾನೆ. നാം അത് ഓർത്തോണ്ട് ഞാൻ ഇങ്ങനെ ഇന്ന് ചിന്തിക്കുകയായിരുന്നു. ഞാൻ ആ വിഷയം ಅದನ್ನ ಯೋಚನೆ ಮಾಡ್ತಾ ಇದ್ದೆ. അവങ്ങനെ വരുമ്പോൾ ഇസ്രായേൽ മക്കളെ, ಇಸ್ರಾಯೇಲ್ ಜನರನ್ನ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി ಐಗುಪ್ತದಿಂದ ಬಿಡಿಸುವುದಕ್ಕಾಗಿ 4ാം തലമുറക്കാർ അവിടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ കാനാനിലേക്ക് മടങ്ങി വരുമെന്നുള്ള വാഗ്ദത്തം, 4ನೇ ತಲೆಮಾರವರು ತಿರುಗಿ ಮತ್ತೆ ಹಿಂದಿರುಗಿ ನಿನ್ನ ಸನ್ನಿಧಾನಕ್ಕೆ ಬರುತ್ತಾರೆ ಎಂಬಂತ ವಾಗ್ದಾನವು, അത് നിറവേറുവാൻ സാധ്യതകളൊന്നും കാണുന്നില്ല. ನೆರವೇರುವಂತ ಸಾಧ್ಯತೆಗಳು ಯಾವುದೂ ಇಲ್ಲ. എല്ലാം പ്രതികൂലമായി നിൽക്കുകയാണ്, ತಡೆಗಳಾಗಿದೆ, എല്ലാം പ്രശ്നമായി. ഇസ്രായേൽ മക്കൾ അവിടെ ഇഷ്ടിക ചെയ്ത് കഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ 4ാം തലമുറക്കാരൻ ജനിക്കുന്നു, അല്ലല്ല ജനിക്കുകയാണ്. എന്നാൽ എന്താ സംഭവിച്ചത്? ഫറവോനിൽ പ്രവർത്തിച്ചു. ಸೈತಾನನು ಫರೋಹನ ಹೃದಯದಲ್ಲಿ ಕ್ರಿಯೆ ಮಾಡಿ ಫರೋಹನ ಒಂದು ಆದೇಶವನ್ನು ಹೊರಡಿಸಿದ. ಎಲ್ಲ ಇಬ್ರಿಯರ ಗಂಡು ಮಕ್ಕಳನ್ನು ಕೊಂದು ನೈಲ್ ನದಿಗೆ ಹಾಕಿ, ಈ 4ನೇ ತಲೆಮಾರಾಗಿರುವಂತಹ ಈ ಮಕ್ಕಳು ಹುಟ್ಟಬಾರದು. ದೇವರ ദൈവത്തിന്റെ വാഗ്ദാനം നിറവേറുവാൻ വേണ്ടി ദൈവം ആരെ ഉപയോഗിച്ചെന്നറിയാമോ?
ഏത് അരമനയിൽ നിന്ന് ഓർഡർ പുറപ്പെടുവിച്ചുവോ, ಯಾವ ತಲೆಮಾರಿಂದ ಆ ಸಂದೇಶ, ഏത് അരമനയിൽ നിന്ന് ಯಾವ ಅರಮನೆಯಿಂದ ಈ ಸಂದೇಶವನ್ನು ಹೊರಡಿಸಿ, ഈ ആൺകുഞ്ഞുങ്ങളെല്ലാം കൊല്ലണമെന്നുള്ള ഓർഡർ പുറപ്പെട്ടു, ಯಾವ ಅರಮನೆಯಲ್ಲಿ ಈ ಗಂಡು ಮಕ್ಕಳನ್ನ ಸಾಯಿಸಬೇಕೆಂಬ ಆಜ್ಞೆಯನ್ನು ಹೊರಡಿಸಿದ, അതേ ഫറോന്റെ പുത്രിയെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. ಫರೋಹನ ಮಗಳನ್ನ ದೇವರು ಉಪಯೋಗಿಸಿದ. ഏത് അരമനയിൽ നിന്നാണ് ഓർഡർ പുറപ്പെട്ടത്, ಯಾವ ಅರಮನೆಯಿಂದ ಈ ಸಂದೇಶ ಬಂತು, അതേ അരമനയിൽ ഇതാ 4ാം തലമുറക്കാരൻ വളരുന്നു. ಅದೇ ಅರಮನೆಯಲ್ಲಿ ಆ 4ನೇ ತಲೆಮಾರಿನ ವ್ಯಕ್ತಿ ಬೆಳೀತಾ മോശയെ കൊല്ലാൻ വേണ്ടിയാണ് രാജാവ് ഓർഡർ ചെയ്തത്. ಮೋಶೆಯನ್ನು ಸಾಯಿಸಬೇಕೆಂಬುದಾಗಿ ಫರೋಹನು ಆ ಸಂದೇಶವನ್ನು, എന്നാൽ ദൈവം മോശയെ അരമനയിൽ തന്നെ കൊണ്ടുപോയി. ದೇವರು ಮೋಶೆಯನ್ನು ಅದೇ ಅರಮನೆಗೆ ತಂದು ഇന്ന് പകലിനെ കേൾക്കുന്ന ദൈവമക്കളെ, ಸಂದೇಶವನ್ನು ಕೇಳುವ ദൈവത്തിന്റെ വാഗ്ദാനത്തിന് ആരെല്ലാം തടസ്സമായി നിന്നാലോ, ವಾಗ್ದಾನಕ್ಕೆ ಯಾವ ತಡೆಗಳು ಇರುವುದಿಲ್ಲ. ആരെല്ലാം തടസ്സമായി നിന്നാലോ, എത്ര വലിയ ശക്തികൾ നിന്നാലോ, എവിടെയാണോ പ്രവർത്തിക്കുന്നത്, എവിടെയാണോ ഇതിനെതിരെ പ്രവർത്തിക്കുന്നത്, അവിടെ തന്നെ ദൈവം പ്രവർത്തിക്കുന്നവനാണ്. ഇന്ന് പകൽ ദൈവത്തോട് പറയാ, കർത്താവേ, എന്റെ കുടുംബത്തിനെതിരെ, എന്റെ ഭാവിക്കെതിരെ, എന്റെ മക്കൾക്കെതിരെ ആരെല്ലാം എതിരായി നിന്നാലോ അവിടെ തന്നെ, അവരുടെ മുമ്പിൽ തന്നെ, അവരുടെ മുമ്പിൽ എന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ചാൽ, ദൈവമുഖത്തേക്ക് നമ്മൾ നോക്കിയാൽ, ദൈവം സാഹചര്യങ്ങളെ അനുകൂലമാക്കും. പ്രതികൂലങ്ങളെ അനുകൂലമാക്കുന്ന ദൈവമാണ്. ഈ ദിവസങ്ങളിൽ ദൈവം മറ്റുള്ളവരെയാണ് ഉപയോഗിക്കുന്നത്. ದೇವರು ಇನ್ನೊಬ್ಬರನ್ನು ನಮಗಾಗಿ ಉಪಯೋಗಿಸ್ತಾನೆ. നമുക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന ആൾക്കാർ അനേകരുണ്ട്. ದೇವರು ಉಪಯೋಗಿಸುವಂತ ವ್ಯಕ್ತಿಗಳು ഇന്ന് ಅನೇಕರಿದ್ದಾರೆ. പകൽ ദൈവത്തിന്റെ സന്നിധിയില്, ദൈവമേ, നിന്നെ അനുസരിച്ച് ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. ದೇವರೇ, ನಿನ್ನನ್ನು ತಿಳಿದು ಜೀವಿಸುವುದಕ್ಕಾಗಿ ನನಗೆ ಸಹಾಯ ಮಾಡು. കാരണം കോരേശിനെ ഉപയോഗിച്ച ദൈവം, ಕೋರೇಶನನ್ನು ಉಪಯೋಗಿಸಿದ ದೇವರು, ഫറോന്റെ പുത്രിയെ ഉപയോഗിച്ച ദൈവം, ಫರೋಹನ ಮಗಳನ್ನು ಉಪಯೋಗಿಸಿದ ದೇವರು നമുക്ക് വേണ്ടി അധികാരികളെ ഉപയോഗിക്കും. ನಮಗಾಗಿ ಅಧಿಕಾರಿಗಳನ್ನು നമുക്ക് ಉಪಯೋಗಿಸ್ತಾನೆ. വേണ്ടി വലിയ വലിയ വ്യക്തികളെ ನಮಗಾಗಿ ഉപയോഗിക്കും. ದೊಡ್ಡವರನ್ನು ഈ ಉಪಯೋಗಿಸ್ತಾನೆ. ദിവസങ്ങളിൽ ആരെല്ലാം നമുക്കെതിരെ നിന്നാലോ, ಯಾರೆಲ್ಲ ನಮಗೆ ವಿರುದ್ಧವಾಗಿ ನಿಂತರು, സഭയ്ക്കെതിരെ ആര് നിന്നാലോ, ಸಭೆಗೆ ವಿರುದ್ಧವಾಗಿ ನಿಂತರು, അവരുടെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിവുണ്ട്. ಅವರ ಹೃದಯದಲ್ಲಿ ಕ್ರಿಯೆ ಮಾಡ್ಲಿಕ್ಕೆ ಆತನಿಗೆ ಶಕ್ತಿ ಉಂಟು. എത്രയോ വ്യക്തികളുടെ ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ಎಷ್ಟೋ ವ್ಯಕ್ತಿಗಳ ಚರಿತ್ರೆಗಳನ್ನು ಓದುತ್ತೇವೆ. സഭയ്ക്കെതിരായി നിന്നവര്, ಸಭೆಗೆ ವಿರುದ್ಧವಾಗಿ ನಿಂತವರು, ബൈബിൾ പഠിച്ച് സഭയ്ക്കകത്ത് വന്ന ചരിത്രങ്ങൾ, ಬೈಬಲ್ ಹಿಡ್ಕೊಂಡು ಸಭೆಯ ಆಲಯದ ಒಳಗಡೆ ಬಂದಿದ್ದಾರೆ. ആരെല്ലാം സഭ ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു, ಯಾರೆಲ್ಲ ಸಭೆಯನ್ನ ಮುಚ್ಚುವುದಕ್ಕಾಗಿ ಬಂದರು, അതേ സഭയിൽ ദൈവം ആൾക്കാരെ കൊണ്ടുവന്നു. ಅವರಿಂದ ಸಭೆಗೆ ದೇವರು ಜನರನ್ನ ಕರ್ಕೊಂಡು ಬಂದರು. അവരെ കൊണ്ടുവന്നു ദൈവം. ದೇವರನ್ನ ಕರ್ಕೊಂಡು ಬಂದ. കാരണം ദൈവത്തിന് സകലവും സാധ്യമാണ്. ದೇವರಿಗೆ ಎಲ್ಲವೂ ಸಾಧ್ಯವಾಗಿದೆ. വിശ്വാസത്തോടെ ನಂಬಿಕೆಯಿಂದ ദൈവമുഖത്തേക്ക് നമുക്ക് ದೇವರ നോക്കാം. ಮುಖವನ್ನು ನೋಡೋಣ. ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ದೇವರ തിരിക്കാം. ವಾಕ್ಯದೆಡೆಗೆ ಗಮನವನ್ನು ಹರಿಸೋಣ. 80ാം സങ്കീർത്തനം 80ನೇ ಕೀರ್ತನೆ അതിന്റെ 18ാം വാക്യം നമുക്ക് വായിക്കാം. ಅದರ 18ನೇ ವಾಕ್ಯವನ್ನು ಓದಿಕೊಳ್ಳೋಣ. ನಿನ್ನಿಂದ ಅಗಲುವುದಿಲ್ಲ, ನಿನ್ನ ಹೆಸರನ್ನು ಹೇಳಿಕೊಂಡು ಆರಾಧಿಸುವಂತೆ ನಮ್ಮನ್ನು ಚೈತನ್ಯಗೊಳಿಸು. സാക്കു മലയാളത്തിൽ നിന്നെ ആരാധിക്കുവാൻ, നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ ഞങ്ങളെ ജീവിപ്പിക്കണമേ. ನಿನ್ನ ಹೆಸರನ್ನು ಹೇಳಿಕೊಂಡು ಆರಾಧಿಸುವಂತೆ ನಮ್ಮನ್ನು ಚೈತನ್ಯಗೊಳಿಸು. ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ದೇವರನ್ನು ಆರಾಧಿಸಬೇಕು. ഇസ്രായേൽ മക്കൾ പറയുകയാണ്, ಇಸ್ರಾಯೇಲರು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ആസാഫ് ആരാണ്? ಆಸಾಫನು ಯಾರು? ആസാഫാണ് ഈ സങ്കീർത്തനം എഴുതുന്നത്. ಈ ಕೀರ್ತನೆಯ ರಚನೆಗಾರನು ಆಸಾಫನು. ആരാധന ലീഡ് ചെയ്യുന്നത് ആരാണ്? ಈ ಆರಾಧನೆಯನ್ನ ನಿಯಂತ್ರಿಸುವವರು ಯಾರು? ಲೀಡ್ ಮಾಡುವವರು ಯಾರು? ഈ ആസാഫാണ്. ಈ ಆಸಾಫನಾಗಿದ್ದಾನೆ. ആസാഫാണ് കൊയർ ലീഡർ. ಆಸಾಫನು ആരാധನೆಯ ಹಾಡುಗಳನ್ನ ನಡೆಸುವಂತ ವ್ಯಕ್ತಿ കഴിഞ്ഞ ಆಗಿದ್ದಾನೆ. ദിവസം ഒരു പാസ്റ്റർ ബാബു ചെറിയാൻ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ കൊടുത്ത ഒരു ഒരു കല്യാണത്തിൽ കൊടുത്ത ഷോർട്ട് മെസ്സേജ്, ജസ്റ്റ് ഒരു എനിക്ക് തോന്നുന്നു 1-2 മിനിറ്റ്സിന്റെ ഒരു ഷോർട്ട് മെസ്സേജ് ഞാൻ കേട്ടു. ಬಾಬು ಚೆರಿಯಂ ಪಾಸ್ಟರ್ ಅವರು ಒಂದು ಮದುವೆಯಲ್ಲಿ ಹೇಳಿದಂತ ಒಂದು ಚಿಕ್ಕ ಒಂದು ಸಂದೇಶವನ್ನು ഞാനത് ശ്രദ്ധിച്ചു. ನಾನು ಗಮನಿಸಿದೆ. പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞങ്ങനെ ശ്രദ്ധിക്കണം, പാട്ടുകാർ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ಅವ್ರು ಹೇಳಿದ್ರು ಹಾಡುಗಾರರು ಗಮನಿಸಬೇಕೆಂಬುದು. കൊയറുകാര ശ്രദ്ധിക്കണം. ಕೊಯರ್ ಅಲ್ಲಿರುವವರನ್ನ നിങ്ങൾ പലയിടത്തും നിങ്ങൾ കണ്ടു കാണും. ನೀವು ಅನೇಕ ಕಡೆ ಗಮನಿಸಿದ್ದೀರಾ? കല്യാണമാകാം, ಮದುವೆ ಆಗಿರ್ಬೋದು, അല്ലെങ്കിൽ കൺവെൻഷൻ ആകാം, ದೊಡ್ಡ ಉಜ್ಜೀವನ ಕೂಟ, അവിടെ എല്ലാം കൊയറുണ്ട്. ಅಲ್ಲೆಲ್ಲ ಕೊಯರ್ಗಳು ನಿಂತಿರ್ತಾರೆ. ആ കൊയറിൽ അവർ പാടും.
ಅವರು ಹಾಡುಗಾರರಾಗಿರ್ತಾರೆ, കല്യാണത്തിൽ പാട്ട് പാടും, ಮದುವೆಗೆ ಹಾಡ್ತಾರೆ. പാട്ടൊക്കെ പാടിയതിനു ശേഷം എന്താ ചെയ്യുന്ന അറിയാമോ? ಹಾಡು ಹಾಡಿದ ನಂತರ ಏನ್ ಮಾಡ್ತಾರೆ ಗೊತ್ತಾ? എവിടെയെങ്കിലും പോയി ഫോൺ ചെയ്ത് ഭയങ്കര, പിന്നെ ബാക്കിലോ എവിടെയെങ്കിലും പോയി ഭയങ്കര സംസാരമാണ്. ಅವಾಗ ಅಲ್ಲಿ ಮೂಲೆಯಲ್ಲಿ ಕುತ್ಕೊಂಡು ಫೋನ್ ನೋಡೋದು ಅಥವಾ ಅವ್ರವರೇ ಮಾತಾಡ್ಕೊಂಡು ಕುತ್ಕೋತಾರೆ. ഇപ്പൊ ആ പാസ്റ്റർ എന്താ പറഞ്ഞെന്നറിയാമോ? ಈ ಬಾಬುಚರಿಯನ್ ಪಾಸ್ಟರ್ ಏನಂದ್ರೆ ಗೊತ್ತಾ? നിങ്ങൾ ഇത്ര നേരം എന്താ പറഞ്ഞ ഇവിടെ? ಇಷ್ಟೊತ್ತು ನೀವು ಸ್ಟೇಜ್ ಅಲ್ಲಿ ನಿಂತ್ಕೊಂಡು ಏನಂತ ಹೇಳಿ? സാന്നിധ്യം ഇറങ്ങി 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 എന്നാ പറഞ്ഞ. നിങ്ങൾ ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಳಿತಾ ಇದೆ, ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಳಿತಾ ಇದೆ ദൈവം ഇറങ്ങി വന്നു എന്നാ പറഞ്ഞേ. ದೇವರು ಇಳಿದು ಬಂದರು ಎಂಬುದಾಗಿ. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ, ನೀವು ನಿಮ್ಮ ಹಾಡಿನ ಕೆಲಸವನ್ನ ಮುಗಿಸಿ നിങ്ങൾക്ക് കിട്ടേണ്ട കാശ് കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ, ನಿಮಗೆ ಸಿಗಬೇಕಾದ ಹಣ ಸಿಗುತ್ತೆ ಎಂಬ ಗೊತ್ತಾದಾಗ, നിങ്ങൾ അവിടെ ഇവിടെ നിന്ന് പോയി എല്ലാം മൊബൈൽ നോക്കിയും സംസാരിക്കുകയല്ല, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞു. ನೀವು ಅಲ್ಲೆಲ್ಲಿ ಹೋಗಿ ಮೊಬೈಲ್ ನೋಡಿ ಮಾತನಾಡೋದಲ್ಲ, ನೀವು ಇಲ್ಲೇ ಕುತ್ಕೋಬೇಕು. അനേകർ ചിന്തിക്കുന്നറിയാമോ, പാട്ട് പാടുന്ന ഒരു ശുശ്രൂഷയാണ്, ಹಾಡಾಡೋದು ವರ್ಷಿಪ್ ಅಥವಾ ಹಾಡಾಡೋದೊಂದು ಸೇವೆನೆ. എന്നാൽ ഈ കൊയർ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുക ആൾക്കാർ. അവർ ಹಾಡೆಲ್ಲ ಹಾಡಿ ಕೊಯರ್ನಲ್ಲಿ ಇರೋರೆಲ್ಲ ಅದು ಮುಗಿದ ತಕ್ಷಣ ಅವ್ರ ಕೆಲಸ ಮುಗೀತು, ಅಲ್ಲೆಲ್ಲ ಸುತ್ತಾಡ್ತಾ അവരുടെ. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ പറയുന്നത്, ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ആരാധന ലീഡ് ചെയ്യുന്ന ആസാഫ് പറയുന്നത് ഇവിടെ. ಈ ಆರಾಧನೆಯನ್ನ ಲೀಡ್ ಮಾಡುವಂತಹ ಆಸಾಫ್, ദാവീദിന്റെ ആസ്ഥാന ഗായകനായിരുന്നു ആസാഫ്. ದಾವೀದನ ಆಸ್ಥಾನದಲ್ಲಿ ಅರಮನೆಯಲ್ಲಿ ಹಾಡನ್ನು ಹಾಡುವಂತ ಒಳ್ಳೆ ಗಾಯಕನಾಗಿದ್ದನು ಲೀಡರ್ ಆയിരുന്നു ಆಸಾಫ್, ಅದರ ನಾಯಕನಾಗಿದ್ದನು. ആ ലീഡർ പറയുകയാണ്, ಆ ಲೀಡರ್ ಹೇಳ್ತಾ ಇದ್ದಾನೆ, ദൈവമേ നിന്നെ ഞങ്ങൾ ആരാധിക്കണമെങ്കിൽ ನಾವು ನಿನ್ನನ್ನು ಆರಾಧಿಸುವುದಕ್ಕೆ പാട്ട് അറിഞ്ഞിട്ട് കാര്യമില്ല, ಹಾಡು ಗೊತ್ತಿರೋದ್ರಿಂದ ಉಪಯೋಗ ಇಲ್ಲ, താളം അറിഞ്ഞിട്ട് കാര്യമില്ല, ತಾಳ ಗೊತ್ತಿದ್ರೆ ಪ್ರಯೋಜನ ಇಲ್ಲ. എന്താണ് വേണ്ടത്? ಏನ್ ಬೇಕು? ഞങ്ങളുടെ ഉള്ളിൽ ഒരു ചൈതന്യം വേണം, നമ്മളೊಳಗಡೆ ಒಂದು ಚೈತನ್ಯ, ഞങ്ങളുടെ ഉള്ളിൽ ഒരു ജീവൻ വേണം. നമ്മളೊಳಗಡೆ ಒಂದು ಜೀವ ಕೊಡು. പാട്ട് എല്ലാവർക്കും പാടാൻ പറ്റും, ಹಾಡು ಎಲ್ಲರೂ ಹಾಡ್ತಾರೆ, കൈ അടിക്കാൻ എല്ലാവർക്കും പറ്റും, ಚಪ್ಪಾಳೆ ತಟ್ಟಲಿಕ್ಕೆ ಎಲ್ಲರಿಗೂ ಆಗುತ್ತೆ. എല്ലാവർക്കും ഒരുപക്ഷെ പാട്ടറിയില്ലായിരിക്കും, ಒಂದು ವೇಳೆ ಎಲ್ರಿಗೂ ಹಾಡು ಗೊತ್ತಿಲ್ಲ, എന്നാൽ ജീവനാണ് അധികം ആവശ്യം. ಅದರಲ್ಲಿ ಜೀವ ಇರಬೇಕು. നന്നായിട്ട് പാടാൻ അറിയുന്ന ആസാഫ് പറയുകയാണ്, ಒಳ್ಳೆದಾಗಿ ಹಾಡ್ಲಿಕ್ಕೆ ಗೊತ್ತಿರುವಂತ ಆಸಾಫ್, ഞങ്ങൾ നിന്നെ ആരാധിക്കുക, ನಿನ್ನನ್ನು ಆರಾಧಿಸ್ತೇವೆ, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുക, ಮಹಿಮೆ ಸಲ್ಲಿಸುತ್ತೇವೆ, ഞങ്ങൾക്കൊരു ജീവൻ വേണം, ನಮಗೊಂದು ಜೀವ ಬೇಕು, നമ്മുടെ ഉള്ളിൽ ഒരു ബലം വേണം, ನಮ್ಮಲ್ಲಿ ಒಂದು ಬಲ ಬೇಕು, നമ്മുടെ ഉള്ളിൽ ഒരു ശക്തി വേണം, ನಮ್ಮಲ್ಲಿ ಒಂದು ಶಕ್ತಿ ಬೇಕು, നമ്മുടെ അകത്തൊരു ചൈതന്യം വേണം, ನಮ್ಮಲ್ಲಿ ಒಂದು ಚೈತನ್ಯ ಬೇಕು. ഞങ്ങളെ വീണ്ടും എത്തിക്കണമേ, ನಮ್ಮನ್ನು ಮತ್ತೆ ಸ್ಥಿರಪಡಿಸು. പിന്നെ എന്താ അവിടെ പറയുന്നത്? ಮತ್ತೇನು ಹೇಳ್ತಾನೆ ಗೊತ್ತಾ? ഞങ്ങളെ എന്ത് ചെയ്യണം? എന്താ പറയുക മലയാളത്തിൽ? അല്ലല്ല, ഒരു മിനിറ്റ് ഒരു നിമിഷം. അടുത്ത വാക്യം. യെസ്, 19 വാക്യം, 19. ಕರೆಕ್ಟ್ ಬರ್ತದ. സാക്കു മലയാളത്തില് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ನಮ್ಮನ್ನು ತಿರುಗಿ ಉನ್ನತ ಸ್ಥಿತಿಗೆ പറയുന്നത് എന്താണ്? ಉನ್ನತ ಸ್ಥಿತಿಗೆ ഞങ്ങളെ തിരിച്ച് ഉന്നതത്തിലേക്ക് നടത്തണമേ, ಮತ್ತೆ ನಮ್ಮನ್ನು ಅದೇ ಉನ್ನತ ಸ್ಥಳಕ್ಕೆ, അല്ലെങ്കിൽ യഥാസ്ഥാനപ്പെടുത്തണമേ. ಯಥಾಸ್ಥಿತಿ ಪಡಿಸು. എന്തായും ആസാഫ് പറയുന്നത്? ಏನು ಆಸಾಫನ್ ಹೇಳ್ತಾರೆ? കഴിഞ്ഞ നാളിൽ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് താഴെ പോയി ഞാനിപ്പോ. ಹೋದ ವರ್ಷಗಳಲ್ಲಿ, ಹೋದ ದಿವಸಗಳಲ್ಲಿ ಇದ್ದಂತ ಸ್ಥಳದಿಂದ ಕೆಳಗಡೆ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന ആ സ്പിരിറ്റ് ഇപ്പൊ ഇല്ല. ಕಳೆದ ದಿವಸಗಳಲ್ಲಿ ಇದ್ದಂತಹ ಆ ಒಂದು ಆತ್ಮಿಕತೆ ಈಗ ಇಲ್ಲ, ಆ ಉತ್ಸಾಹമില്ല, ಆ ಉತ್ಸಾಹ ആ ನನಗಿಲ್ಲ, ഒരു ആഗ്രഹമില്ല, ಆಸೆ ಇಲ್ಲ, ആ ഒരു ഇഷ്ടമില്ല. എന്നാൽ ഇവിടെ പറയുകയാണ്, ಮತ್ತೆ ಹೇಳುತ್ತಾನೆ, തിരിച്ച് ഞങ്ങളെ മടക്കി വരുത്തണമേ, ಮತ್ತೆ ತಿರುಗಿ ಅದೇ ಸ್ಥಳಕ್ಕೆ യഥാസ്ഥാനപ്പെടുത്തണമേ. ಯಥಾಸ್ಥಾನದಲ್ಲಿ യഥാസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ಯಥಾಸ್ಥಾನ ಅಂದ್ರೆ ಏನು? ಯಥಾಸ್ಥಾನ ಅಂದ್ರೆ ಏನು ಕನ್ನಡದಲ್ಲಿ? ಅಲ್ಲಲ್ಲ, ಯಥಾಸ್ಥಾನ ಅಂದ್ರೆ ಏನು? ಸ್ಥಾನ ಪಲ್ಲಟವಾಗಿದೆ, ಸ್ಥಳ ಮಾರಿಪೋಯಿ. ഇവിടെ ഇരിക്കേണ്ട വസ്തു ಇಲ್ಲಿ ಇರಬೇಕಂತ ವಸ್ತು ഇങ്ങോട്ട് പോയി, ಆ ಕಡೆ ಹೋಗಿದೆ. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഡിസ്ലൊക്കേറ്റ് ആയി. നമ്മുടെ കൈയൊക്കെ ഡിസ്ലൊക്കേറ്റ് ആവുമല്ലോ. ഇതാ ಗೊತ್ತಾಯ್ತಾ ನಿಮ್ಗೆ? ನಮ್ಮ ಮೂಳೆ ಇದ್ದಂತ ಜಾಗದಿಂದ ಕೆಳಗಡೆ ಜಾರಿ ಹೋಗುತ್ತೆ. ദൈവം ഇവിടെ ലൊക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ದೇವ್ರನ್ನ ಆ ಮೂಳೆಯನ್ನ ಇಲ್ಲಿ ಸೇರಿಸಿಟ್ಟಿದ್ದಾನೆ. എങ്ങനെയോ വീണോ എന്തോ ആയി എന്ത് ചെയ്ത് ഇറങ്ങി പോകും, തോളിറങ്ങി പോകും. ನಾವೆಲ್ಲೋ ಜಾರಿ ಬಿದ್ದು ಅಥವಾ ಏನೋ ಆಗಿ ನಮ್ಮ ಈ ಜಾಯಿಂಟ್ ಇಂದ ಡೌನ್ ಹೋಗ್ಬಿಡುತ್ತೆ, ಡಿಸ್ಲೊಕೇಟ್ ಆಗಿ ಹೋಗೋ. ಅವಾಗ ಡಾಕ್ಟರ್ ಹೇಳ್ತಾರೆ ನಿಮ್ಮ ಮೂಳೆ ಡಿಸ್ಲೊಕೇಟ್ ಆಗಿ ಇದು ಈ ಜಾಗವನ್ನ ಬಿಟ್ಟು ಹೋಗುತ್ತೆ. അപ്പൊ എന്ത് ചെയ്യണം? ಅವಾಗ ಏನ್ ಮಾಡ್ಬೇಕು? എന്ത് ചെയ്യണം?
പിടിച്ചു വലിച്ചു ഒറ്റ കേറ്റ് കേറ്റ് അവിടെ കേറ്റിയിരുത്തണം. ಎಳೆದು ಸರಿಯಾಗಿ ಅಲ್ಲಿ ಬಿಗಿಯಾಗಿ ಅಲ್ಲಿ ಕೂರಿಸಬೇಕು. ಡಿಸ್ಲೊಕೇಟ್ ಆಯದ ಅದು ಜಾಗ ಬಿಟ್ಟು ಹೋಗಿರುವುದನ್ನ തിരിച്ച് ലൊക്കേറ്റ് ചെയ്യണത് ಅದೇ ಸ್ಥಳಕ್ಕೆ ಕೂರಿಸಬೇಕು. എവിടെയെങ്കിലും കൊണ്ട് വെച്ചാ പറ്റില്ല. ಎಲ್ಲಾದ್ರೂ ತಗೊಂಡ್ರೆ ಇಟ್ರೆ ಆಗಲ್ಲ. എവിടെ ഇരുന്നോ ಮೊದಲದು ಎಲ್ಲಿತ್ತು അവിടേക്ക് തിരിച്ചെത്തിക്കണം. ಅಲ್ಲಿಗೆ ಸೇರಿಸಬೇಕು. ഈ ആസാഫ് എന്താ പറയുന്നത്? ಆಸಾಫನು ಹೇಳುತ್ತಾನೆ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നവരാണ്, ನಿಮ್ಮನ್ನು ಆರಾಧಿಸ್ತಾ ಇದ್ದೀವಿ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നവരാണ്, ನಿಮ್ಮನ್ನು ಸ್ತುತಿಸ್ತಾ ಇದ್ದೀವಿ, ഞങ്ങൾ പാടുന്നവരാണ്. ನಾವು ಹಾಡುವವರಾಗಿದ್ದೀವಿ. എന്നാൽ ഇപ്പോൾ ഡിസ്ലൊക്കേറ്റ് ആയിപ്പോയി. ಈಗ ನಾವು ಜಾಗ ಬದಲಾವಣೆ ಆಗಿದೆ. ഞങ്ങളുടെ ആഗ്രഹം മാറിപ്പോയി. ನಾವು ಇದ್ದಂತ ಸ್ಥಳದಿಂದ ದೂರ ಇದ್ದೇವೆ. നമ്മുടെ ഇഷ്ടം മാറിപ്പോയി. ನನ್ನ ಇಷ್ಟವು ನೀಗಿ ಹೋಯಿತು. ഞങ്ങളെ തിരിച്ച് അവിടെ എത്തിക്കണമേ. ನನ್ನನ್ನು ಮತ್ತೆ ಸ್ಥಿರಪಡಿಸಿ എന്തിനാണ് ഇരുത്തേണ്ടത്? ಯಾಕೆ ಕೂರಿಸಬೇಕು? ഞാൻ നിന്നെ ആരാധിക്കുക, ನನ್ನನ್ನು ಆರಾಧಿಸುವುದು, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുക. ಮಹಿಮೆ ಪಡಿಸುವುದು. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ಈ ಹಗಲಿನಲ್ಲಿ ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥಿಸಬೇಕು. കർത്താവേ, ഞാൻ ഡിസ്ലൊക്കേറ്റ് ആയി പോയെങ്കിൽ, ನಾನು ಅಲ್ಲಿಂದ ಜಾರಿ ಹೋಗಿದ್ದೇನೆ, ആത്മീകമായി ക്ഷീണിച്ചു പോയെങ്കിൽ, ಆತ್ಮಿಕವಾಗಿ ಕ್ಷೀಣವಾಗಿದೆ, ബലം കുറഞ്ഞു പോയെങ്കിൽ, ಬಲ ಕಡಿಮೆ ಆಗಿದೆ, എന്നെ മടക്കി വരുത്തണമേ. ಮತ್ತೆ ನನ್ನನ್ನು ಅಲ್ಲಿಗೆ ಸೇರಿಸು, എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ. ಯಥಾಸ್ಥಾನಪಡಿಸು. എവിടെയായിരുന്നോ ಮೊದಲು ಎಲ್ಲಿದ್ದೆ ആ സ്ഥലത്തേക്ക് ಅದೇ ಸ್ಥಳಕ್ಕೆ എന്നെ കൊണ്ടുവരണമേ. ಕರ್ಕೊಂಡು ಬಾ. എന്തിനാണ്? ಯಾಕೆ? ഞാൻ നിന്നെ ആരാധിക്കുക, ನನ್ನನ್ನು ಆರಾಧಿಸುವುದಕ್ಕಾಗಿ. നിന്നെ വിട്ട് അകന്നു പോകാനല്ല, ನಾನು ನಿನ್ನಿಂದ ದೂರ ಹೋಗುವುದಕ್ಕಾಗಿ ಅಲ್ಲ, നിന്നിൽ നിന്ന് ദൂരെ പോകാനല്ല, ದೂರ ಹೋಗುವುದಕ್ಕಾಗಿ ಅಲ್ಲ. ഞങ്ങൾ നിന്നെ ആരാധിക്കണം, ನಿನ್ನನ್ನು ಆರಾಧಿಸುವುದಕ್ಕಾಗಿ, ഞങ്ങൾ നിന്നെ സ്തുതിക്കണം, ನಿನ್ನನ್ನು ಸ್ತುತಿಸುವುದಕ್ಕಾಗಿ, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തണം. ನಿನ್ನನ್ನು ಮಹಿಮೆ ಸಲ್ಲಿಸುವುದಕ್ಕಾಗಿ. ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ದೇವರನ್ನು ಆರಾಧಿಸಬೇಕಾದ್ರೆ മുമ്പേ പറഞ്ഞല്ലോ, ಮೊದಲು ಹೇಳಿದಲ್ವಾ, പാട്ടറിഞ്ഞിട്ട് ആരാധിക്കണമെന്ന് റൂളൊന്നുമില്ല. ಹಾಡು ಗೊತ್ತಿದ್ರೆ ಅಷ್ಟೇ ದೇವರನ್ನ ಆರಾಧನೆ ಮಾಡ್ಬೇಕಂತ ರೂಲ್ಸ್ ಇಲ್ಲ. പാട്ട് ചിലർക്ക് ബൈഹാർട്ടായിട്ട് അറിയാം പാട്ട്. ಕೆಲವರಿಗೆ ನೋಡದೆ ಹಾಡ್ತಾರೆ. ഞാൻ നിങ്ങളോട് ചോദിക്കുക, എത്ര പാട്ട് നിങ്ങൾക്ക് ബൈഹാർട്ട് അറിയാം? ಒಂದು ಪ್ರಶ್ನೆ ಕೇಳ್ತೇನೆ, ನಿಮ್ಗೆ ಎಷ್ಟು ಹಾಡು ನಿಮ್ಗೆ തെറ്റിക്കാതെ പാടണം. ಹಾಡು ಬುಕ್ ಅನ್ನ ನೋಡದೆ ನೀವು ಎಷ್ಟು ಹಾಡನ್ನ ತಪ್ಪಿಸದೆ ಹಾಡ್ತೀರಾ? ഒന്നും തെറ്റാൻ പാടില്ല. ಅಲ್ಲಿ ಏನು ತಪ್ಪಬಾರ್ದು. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചരണങ്ങൾ പാടി എത്ര പാട്ട് പാടാൻ പറ്റും? ಎಷ್ಟು ಹಾಡನ್ನ ನೀವು ಸರಿಯಾಗಿ ಹಾಡ್ತೀರಾ? എത്ര പറ്റും? ಎಷ್ಟು ಹಾಡ್ಬೋದು? 1 5 10 പോയി 5 ആയി. ഒരു പാസ്റ്റർ ഉണ്ട്, ഏകദേശം ആ പാസ്റ്റർ കേരളത്തിൽ, എനിക്ക് ആ പാസ്റ്റർ പ്രസംഗം ഇഷ്ടമാണ്. ആ പാസ്റ്റർ പറഞ്ഞു, ഏകദേശം ഒരു 500-ലധികം പാട്ട് ബൈഹാർട്ടായിട്ട് പാടുവാണ്. ಒಬ್ಬ ಕೇರಳದ ಸೇವಕರು ಹೇಳಿದ್ರು, ನನಗೆ ಒಂದು 500ಕ್ಕಿಂತಲೂ ಅಧಿಕ ಹಾಡುಗಳನ್ನ ನಾನು ನೋಡದೆ ಹಾಡ್ತೇನೆ. അത് ബുക്കൊന്നും വേണമെന്നില്ല, നമുക്ക് ബുക്ക് ഉണ്ടെങ്കിലും തെറ്റുക. ನಾವು ಬುಕ್, ಹಾಡಿನ ಬುಕ್ ಇದ್ರೂ ತಪ್ಪಿ ಹಾಡ್ತೇವೆ, സ്ക്രീൻ നോക്കിയാലും തെറ്റുക. ನಾವು ಸ್ಕ್ರೀನ್ ನೋಡಿದ್ರು ತಪ್ಪಿ ಹಾಡ್ತೇವೆ. കാരണം എന്താണെന്നറിയാമോ? ഇന്ന് പാട്ട് ആൾക്കാർക്ക് അറിയാത്തതിന്റെ കാരണം എന്താ? ಇವಾಗ ಹಾಡು ಜಾಸ್ತಿ ಜನಕ್ಕೆ ಗೊತ್ತಿಲ್ಲದೆ ಇರ್ಲಿಕ್ಕೆ ഇത് നോക്കാതെ പാടാൻ പറ്റില്ല. എന്താ കാരണം? എന്തറിയാമോ? ಬುಕ್ ನೋಡದೆ ಹಾಡ್ಲಿಕ್ಕೆ ಆಗಲ್ಲ. കാരണം എന്നാ? ಕಾರಣ ಏನು ಗೊತ್ತಾ? ഇഷ്ട ಇಲ್ಲ എന്നല്ല, അത് നോക്കി 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 അങ്ങ് പാടുക. ಅದು ನೋಡಿ 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 ಹಾಡ್ತಾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ಈಗ ಬಾಯ್ಪಾಟ್ ಮಾಡುವಂತ ಅವಶ್ಯಕತೆ ಇಲ್ಲ. മുമ്പൊക്കെയാണെങ്കിൽ നമുക്ക് മൊബൈൽ ഉണ്ടായിരുന്നു. ಮೊದಲು ಮೊಬೈಲ್ ಇತ್ತು. മൊബൈൽ ഉണ്ടായിരുന്നപ്പോൾ, നമുക്ക് ഫോൺ ഉണ്ടായിരുന്നപ്പോൾ ഒത്തിരി നമ്പറുകൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു. ಮೊದಲು ತುಂಬಾ ನಂಬರ್ಗಳು ನಮ್ಮ ಮನಸ್ಸಲ್ಲಿತ್ತು. മൊബൈൽ നമ്പർ, ഒത്തിരി ആൾക്കാരുടെ മൊബൈൽ നമ്പർ ബൈ ഹാർಟ್ ആയിരുന്നു. ನಮಗೆ ತುಂಬಾ ಜನರ ಮೊಬೈಲ್ ನಂಬರ್ ನಾವು ಹಾಗೆ ಹೇಳ್ಬಿಡ್ತಿದ್ವಿ. ആരുടെ നമ്പർ ആ ബൈ ഹാർട്ട്? ಇವತ್ತು ಯಾರ್ದಾದ್ರೂ ನಂಬರ್ ನಿಮಗೆ ಗೊತ್ತಿಲ್ಲದಂಗೆ ಹೇಳ್ತೀರಾ? ഭാര്യയുടെ നമ്പർ ചോദിച്ചാൽ 1 നിമിഷം പാസ്റ്റർ എന്ന് പറയും. നമ്മൾ ನಾವೇನಾದ್ರೂ ಸರ್ ನಿಮ್ಮ ಹೆಂಡತಿ ನಂಬರ್ ಹೇಳಿದ್ರೆ 1 ನಿಮಿಷ ಅಂತ ಹೇಳಿ ಮೊಬೈಲ್. മോന്റെ നമ്പർ 1 മിനിറ്റ്, ಮಗನ ನಂಬರ್ 1 ನಿಮಿಷ ನೋಡ್ತೀನಿ. മോളുടെ നമ്പർ 1 മിനിറ്റ് നോക്കട്ടെ, ನೋಡ್ತೇನೆ ಮಗಳ ನಂಬರ್. കാരണം എന്താ? ಕಾರಣ ಏನು? ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ಈಗ ಅದು ಬಾಯ್ಪಾಟ್ ಮಾಡುವಂತ ഈ സാധനത്തിൽ കോൺടാക്റ്റിൽ ഫീഡ് ചെയ്ത് വെച്ചു. നമ്മൾ ನಮ್ಮ ಮೊಬೈಲ್ ಇರುವಂತಹ ಕಾಂಟ್ಯಾಕ್ಟ್ಸ್ ಅಲ್ಲಿ ಅದನ್ನ ಸೇವ್ ഇന്ന് നമുക്ക് അധികം പാട്ടൊന്നും പാടേണ്ട ആവശ്യമില്ല. ಹೆಚ್ಚು ಹಾಡುಗಳನ್ನ ನೆನಪಲ್ಲಿ ಬೇಡ. എന്താ പാട്ട് പാടേണ്ട ആവശ്യമില്ല? ಯಾಕೆ ಹಾಡಬೇಡ? നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ലെന്നേ. ನಾವು ಕಲಿಯುವಂತ ಅವಶ್ಯಕತೆ നമ്മുടെ ಇಲ್ಲ. ബുക്ക് ഇരിക്കുന്നേ, ಎಲ್ಲರ ಹತ್ರ ಬುಕ್ ಇದೆ. പാട്ട് പാടുക, ಅದು ನೋಡಿ ಹಾಡ್ತೇವೆ. ബുക്കിലെ മൊബൈലല്ലേ ഇരിക്കുന്നേ. ಈಗ ಮೊಬೈಲ್ ಅಲ್ಲೇ ಬುಕ್ ಬಂದ್ಬಿಟ್ಟಿದೆ. അതിലും ഇല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുക, പാടുക. ಗೂಗಲ್ ಅಲ್ಲಿ ಹಾಡು ಹೆಸರು ಕೊಟ್ಬಿಟ್ರೆ ಅದು ಅವಾಗಲೇ ಬಂದ್ಬಿಡುತ್ತೆ. നമ്മൾ പാടുക. ആ പാട്ടിനെ കുറിച്ചല്ല ഞാൻ ഇവിടെ പറഞ്ഞത്. ನಾನು ಹಾಡಿನ ಬಗ್ಗೆ ಹೇಳ್ತಾ ಇಲ್ಲ. എത്ര പാട്ട് ബൈ ഹാർട്ട് അറിയാമെന്നല്ല ദൈവം ചോദിക്കുന്നത്. ನಿನಗೆ ಎಷ್ಟು ಹಾಡು ಬಾಯ್ಪಾಟ್ ಗೊತ್ತು ಎಂಬುದಾಗಿ ದೇವರು ಕೇಳಲ್ಲ. എത്ര പാട്ട് ട്യൂണോടെ പാടാൻ അറിയാന്നല്ല ചോദിക്കുന്നത്. ನೀನು ಎಷ್ಟು ಹಾಡುಗಳನ್ನ ರಾಗವಾಗಿ ಹಾಡುತ್ತಿದೆ ಎಂಬುದಾಗಿ ಅಲ್ಲ. ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് പാട്ട് കൊണ്ട് മാത്രമല്ല. ದೇವರನ್ನ ಆರಾಧಿಸುವುದು ಹಾಡಿನಿಂದ ಮಾತ್ರವಲ್ಲ. ഈ ആസാഫ് പറയുകയാണ്, ಇಲ್ಲಿ ಅದರ ಆಸಾಫನು ಹೇಳ್ತಾನೆ,
ഞങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന ആ സന്തോഷം ഇപ്പൊ ഇല്ല. ಮೊದಲಿದ್ದಂತ ಆತ್ಮಿಕ ಸಂತೋಷ ಈಗ ಇಲ್ಲ. ഇന്ന് ഞങ്ങൾക്ക് മടക്കി വരുത്തണമേ. ನಮ್ಮನ್ನು ಮತ್ತೆ ಯಥಾಸ್ಥಾನಗೊಳಿಸು. ഇന്ന് പകൽ ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളെ, ಇವತ್ತು ದೇವರ ವಾಕ್ಯವನ್ನು ಕೇಳೋ ದೇವ ಮಗುವೇ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ನಾವು ದೇವರನ್ನು ಆರಾಧಿಸುವುದರಲ್ಲಿ ಪ್ರಾಮುಖ್ಯತೆ ദൈവത്തെ ನೀಡಬೇಕು. ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ದೇವರನ್ನು ಆರಾಧಿಸು ಎಂಬುದು വെറും പാട്ട് പാടുന്നത് മാത്രമല്ല, ಹಾಡಲ್ಲ. ആ പാട്ടുപാടി അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിക്കുക. ಹಾಡುಗಳನ್ನು ಹಾಡಿ ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ದೇವರನ್ನು ಆರಾಧಿಸಬೇಕು. ആസാഫ് പറയുകയാണ്, ಆಸಾಫನು ಹೇಳುತ್ತಾನೆ, ഞങ്ങൾ നിന്നെ ആരാധിക്കണം. ನಾವು ನಿನ್ನನ್ನು ಆರಾಧಿಸುತ್ತೇವೆ. അപ്പോൾ ഈ ആരാധിക്കണമെങ്കിൽ എന്ത് വേണം? ಆರಾಧಿಸಲಿಕ್ಕೆ ಏನು ಬೇಕು? ചൈതന്യം ഉണ്ടാകണം. ಚೈತನ್ಯ ಬೇಕು. ചൈതന്യമില്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റേ ഇല്ല. ನಮಗೆ ಚೈತನ್ಯ ಇಲ್ಲ ಅಂದ್ರೆ ನಮಗೊಂದು ಆಸಕ್ತಿ ಇಲ್ಲ. ചൈതന്യം വന്നാലേ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകും. ಚೈತನ್ಯ ಬಂದ್ರೆ ನಾವು ದೇವರನ್ನು ಆರಾಧಿಸುವುದು. മുട്ടയിലിരുന്ന് ആരാധിക്കണം തോന്നിയാൽ, ಮೊಣಕಾಲಲ್ಲಿ ಕೂತು ಆರಾಧಿಸಬೇಕೆಂಬುದಾಗಿ ನೆನೆಸಿದ್ರೆ നമുക്ക് ശരീരമൊക്കെ വേദനയാണ്, ನಮಗೆ ಶರೀರವೆಲ್ಲ ನೋವಿರುತ್ತೆ. അതെല്ലാം ശരിയാണ്. ಎಲ್ಲ ಸರಿನೇ. മനസ്സുണ്ടോ? ಮನಸ್ಸಿದೆಯಾ? നടക്കും. ಅದು ನಡೆಯುತ್ತೆ. എൻ്റെ അമ്മയ്ക്ക് 79 വയസ്സാ. ನನ್ನ ತಾಯಿಗೆ 79 ವಯಸ್ಸು. ഞാൻ ആർത്രൈറ്റിസിന്റെ അങ്ങേയറ്റമാണ്. ಆರ್ಥೋಡಿಸ್ ಅಂತ അങ്ങേയറ്റം. ಅವರ ಮೂಳೆ ಸಮಸ್ಯೆಯ ಜಾಯಿಂಟ್ ಪೇನು ತುಂಬಾ ಇರುವಂತ ಒಬ್ಬ ವ್ಯಕ್ತಿ. ಆರ್ಥರೈಟಿಸ್ ತುಂಬಾ ಇದೆ. അതാണ് പ്രശ്നം. ಅದೇ ಸಮಸ್ಯೆ. ഡോക്ടർ പറഞ്ഞത് നിലത്തിരിക്കരുത്. ಡಾಕ್ಟರ್ ಹೇಳಿದಾರೆ ನೀವು ಬರೀ ನೆಲದಲ್ಲಿ ಕುತ್ಕೋಬಾರ್ದು, ಕಾಲ್ ನೀಟಿರಿക്കണം, ನೀವು ಕಾಲು ಉದ್ದ ಮಾಡಿ ಕುತ್ಕೋಬೇಕು. ഫുൾ സ്വെല്ലിംഗ്, ಕಾಲಲ್ಲಿ ಊತ, ಜಾಯಿಂಟ್ ಎಲ್ಲ ಈ ಬೆರಳೊന്നും ಬೆಂಡ್ ചെയ്യാൻ പറ്റില്ല, ഭയങ്കര പെയിൻ ആണ്. ಬೆರಳನ್ನ ಹಿಂಗ್ ಮಡಿಸ್ಲಿಕ್ಕೆ ಆಗಲ್ಲ, ತುಂಬಾ ನೋವು. നിരന്തരം ടാബ്ಲೆറ്റ് എടുക്കുകയാണ്. ಯಾವಾಗ್ಲೂ ಮಾತ್ರೆ ತಗೋತಾರೆ. എപ്പോഴും ടാബ്ಲೆറ്റ് ആണ്. ಯಾವಾಗ್ಲೂ ಮಾತ್ರೆ, നിരന്തരം ടാബ്ಲೆറ്റ്. ഡോക്ടർ പറഞ്ഞു ഇത് ലൈഫ് ಲಾಂಗ್ ಕಂಟಿನ್ಯೂ ചെയ്യണം. ನೀವು ಜೀವನ ಪೂರ್ತಿ ಮಾತ್ರೆ ತಗೋಬೇಕು. 79 ವಯಸ್സാ. 79 ವಯಸ್ಸು. ഇന്നും മുട്ടയിലിരുന്ന ദൈവത്തെ ആരാധിക്കും. ಇವಾಗ್ಲೂ ಮೊಣಕಾಲಲ್ಲಿ ಕುತ್ಕೊಂಡು ದೇವರನ್ನ ഞാൻ കണ്ട ഞാൻ വഴക്ക് പറയും. ನಾನು ಬೈತೇನೆ. കാരണം വേദനയായ ഞാനല്ലേ ഉള്ളൂ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ನೋವು ಸ್ಟಾರ್ಟ್ ಆಗುವಾಗ ನಾನೇ ಹಾಸ್ಪಿಟಲ್ ಕರ್ಕೊಂಡು ಹೋಗೋದು. അതുകൊണ്ട് ഞാൻ പറയും നിലത്തിരിക്കണ്ട. ನಾನು ಹೇಳಿದೆ ಕೆಳಗಡೆ ಕುತ್ಕೋಬೇಡ, മതി, ഇരുന്നതൊക്കെ മതി. ಇಷ್ಟು ವರ್ಷ ಕೂತಿ ഇനി ಸಾಕು, സോഫ ഇരുന്ന് പ്രാർത്ഥിക്ക്. ಸೋಫಾದಲ್ಲಿ ಕುತ್ಕೊಂಡು ಪ್ರಾರ್ಥಿಸು. ശരി എന്ന് പറയും എന്നോട്. ಸರಿ ಎಂಬುದಾಗಿ ಹೇಳ್ತಾರೆ. ഞാൻ മാറി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ താഴെയിരിക്കും. ನಾನು ಅಲ್ಲಿಂದ ದೂರ ಸರಿಯುವಾಗ ಮತ್ತೆ ನೆಲದಲ್ಲೇ രണ്ട് ಕೂತ್ಕೊಳ್ತಾರೆ. കണ്ണ് ഓപ്പറേഷൻ ആയതാണ്. 2 ಕಣ್ಣು ಆಪರೇಷನ್ ಆಗಿದೆ. 2 കണ്ണും ഓപ്പറേഷൻ ചെയ്തു. 2 കಣ್ಣು ಆಪರೇಷನ್ ಆಯ್ತು. ആ ബൈബിള് എടുത്ത് എന്ത് ചെയ്തു? ബൈബിള് വായിച്ച് എഴുതാൻ തുടങ്ങിയാൽ, ಬೈಬಲ್ ಓದಿ ಬರೀಲಿಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದ್ರೆ, ഞാൻ ചോദിച്ചു ഇത് ആർക്ക് വേണ്ടിയാ ഇത് എഴുതുന്നേ? ಇದು ಯಾರಿಗಾಗಿ ಬರೀತೀರಾ? എന്തിനാ എഴുതുന്നേ? ಎದಕ್ಕೆ ಬರೀತೀರಾ? സ്റ്റോപ്പ് ചെയ്യേ. ನಿಲ್ಲಿಸಿ. നിർത്തൂല. ನಿಲ್ಲಿಸುವುದಿಲ್ಲ. എഴുതുന്ന നിർത്തൂല, ಬರೆಯೋದು ನಿಲ್ಲಿಸಲ್ಲ, വായിക്കുന്ന നിർത്തൂല, ಓದೋದು ನಿಲ್ಲಿಸಲ್ಲ, മുട്ടയിലിരിക്കുന്ന നിർത്തൂല, ಮೊಣಕಾಲು ഉപവാസം ഇരിക്കുന്ന നിർത്തൂല. ಉಪವಾಸ സ്ട്രിക്റ്റ് ആയിട്ട് വഴക്ക് പറഞ്ഞ് ഉപവാസം സ്റ്റോപ്പ് ചെയ്തേക്കാം. ഇപ്പോ ಈಗ ನಾನು ಸ್ವಲ್ಪ ಜೋರಾಗಿ ಮಾತಾಡಿ ಬೈದು ಅವರ ಉಪವಾಸ ನಿಲ್ಲಿಸಿದ್ದೇನೆ. നമുക്കൊക്കെ, നിങ്ങൾക്ക് മുട്ടിന് വേദനയുണ്ട്, നടുവേദനയുണ്ട്, എല്ലാ വേദനയുണ്ട്, എനിക്കും അറിയാം, അത് എല്ലാവർക്കും ഉള്ളതാണ്. ನಿಮಗೆ ಸೊಂಟ ನೋವು, ಮೊಣಕಾಲು ನೋವು, ಶರೀರ ನೋವು ಎಲ್ಲ ಇದೆ, ಅದು ಗೊತ್ತಿರೋ എന്നാൽ ವಿಷಯ. ഒന്ന് മുട്ടയിലിരുന്നൊന്ന് 4 പ്രാവശ്യം ഒന്ന് ആരാധിച്ച് നോക്ക്, അപ്പോൾ അറിയാം അതിന്റെ ബലം എന്താന്നുള്ളത്. ಒಂದು 2-3 ಸಾರಿ ನೀವು ಮಂಡಿಯಲ್ಲಿ ನೀವು ಕುತ್ಕೊಂಡು ದೇವನ ಆರಾಧಿಸಿ ನೋಡಿ, ಅದರ ಬಲ ಬೇರೆ ಇರುತ್ತೆ. നമുക്കെല്ലാം സൗകര്യമായി പോയി. കസേര വന്നതോടുകൂടി നല്ല സൗകര്യമായി പോയി. ನಮಗೆಲ್ಲ ಅನುಕೂಲಗಳು ಜಾಸ್ತಿ ಆಯ್ತು, ಚೇರ್ಗಳೆಲ್ಲ ಬಂದ್ಬಿಟ್ಟಿದೆ. കാരണം കസേര വന്നപ്പോഴത്തേക്കും കസേര അന്ന് അത്ര വേണ്ടായിരുന്നു. ഇപ്പൊ കസേര ഷോർട്ടേജ് ಆಗಿ പോയി. ഇപ്പൊ ഇവിടെ ಮೊದಲು ಆಲಯಗಳಲ್ಲಿ ಚೇರ್ ಅವಶ್ಯಕತೆ ಇರಲಿಲ್ಲ, ಇವಾಗ ಆಲಯದಲ್ಲಿ ಚೇರ್ ಅಭಾವವಾಗಿದೆ, ಕಡಿಮೆ ಆಗ್ತಾ ಇದೆ. ആലയങ്ങളല്ല, ഇവിടുത്തെ ആലയല്ല. ಓಕೆ, ಈ ಆಲಯದಲ್ಲೂ ಅದೇ ರೀತಿ ಆಗಿದೆ. ഇപ്പൊ നമുക്ക് 10 കസേര മേടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ. ನಾವು ಇನ್ನೊಂದು 10 ಚೇರ್ ತಗೋಬೇಕಂತಿದ್ದೇವೆ. എന്താ കാരണം എന്നറിയാമോ? ಕಾರಣ ಏನು ಗೊತ್ತಾ? പ്രശ്നങ്ങളുണ്ട്. ഇല്ലെന്ന് ഞാൻ തെറ്റാന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഈ കസേരയിലിരിക്കുന്നവരെ ഞാൻ കുറ്റം പറഞ്ഞില്ല. ನೀವು ಚೇರಲ್ಲಿ ಕೂತವರಿಗೆ ನಾನು ದೂರ ಹೇಳ್ತಾ ಇಲ್ಲ. നിലത്തിരുന്ന അധിക നേരം ഇരിക്കാൻ പറ്റില്ല, ശരിയാണ്. ನನಗೆ ಗೊತ್ತುಂಟು, ಕೆಲವರಿಗೆ ನೆಲದಲ್ಲಿ ಕುತ್ಕೊಳ್ಳಿಕ್ಕೆ ಆಗಲ್ಲ, ಶಾರೀರಿಕವಾದ ഞാൻ ചിലപ്പോ എനിക്ക് ചെയറിലോട്ടിരിക്കുന്ന വലിയ താല്പര്യമില്ല. ನನಗೆ ಚೇರಲ್ಲಿ ಕುತ್ಕೊಳ್ಳೋದು ನನಗೆ ಅಷ್ಟು, കാരണം ഇന്ന് എനിക്ക് ആരോഗ്യം ദൈവം തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. ಇವತ್ತು ನನಗೆ ಆರೋಗ್ಯ ದೇವರು എവിടെ ಕೊಟ್ಟಿದ್ದಾರೆ. ചെന്നാലും കസേര ഇവിടെ കൊണ്ടിടും, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഞാൻ പറഞ്ഞു എനിക്ക് കസേര വേണ്ടെന്ന് ഞാൻ പറയും. ನಾನು ಎಲ್ಲಿ ಹೋದ್ರು ಕೂಡ ನನಗೊಂದು ಚೇರ್ ಹಾಕ್ತಾರೆ, ಬಟ್ ನಾನು ಅದನ್ನ ಚೇರನ್ನ ಬೇಡ, കാരണം അത് എന്റെ സ്വഭാവം. അത് ನನ್ನ ಸ್ವಭಾವ. എന്ന് പറഞ്ഞുകൊണ്ട് നാളെ ഞാൻ കസേരയിൽ ഇരിക്കില്ലെന്നല്ല, നടുവേദന വന്നാൽ ഞാൻ കസേരയിലിരിക്കും. അത് ನಾಳೆ ನಾನು ಚೇರಲ್ಲೇ ಕುತ್ಕೊಳ್ಳಲ್ಲ ಅಂತ ಸೊಂಟ ನೋವು ಸಮಸ್ಯೆ ಇದ್ರೆ ഇപ്പൊ എനിക്ക് വേണ്ട. ಈಗ ನನಗೆ ಬೇಡ, ഇപ്പൊ എനിക്ക് വേണ്ട, അത്രേ ഉള്ളൂ. ಇವಾಗ ಬೇಡ. ഇപ്പൊ ദൈവം എനിക്ക് ആരോഗ്യം തന്നു. ದೇವರ ಆರೋಗ್ಯ എന്നാൽ ಕೊಟ್ಟಿದ್ದಾರೆ. ദൈവത്തിന്റെ വചനം പറയുന്നത് ವಾಕ್ಯ ಹೇಳುತ್ತದೆ, ആരാധനയ്ക്ക് വയസ്സിന്റെ വ്യത്യാസമില്ല. ಆರಾಧನೆಗೆ ವಯಸ್ಸಿನ ವ್ಯತ್ಯಾಸ ಇಲ್ಲ. 148 സങ്കീർത്തനം പറയുന്നു, 148ನೇ യുവക്കന്മാരും ಯುವಕರು, യുവതികളും ಯುವತಿಯರು, വൃദ്ധന്മാരും ಮುದುಕರು, ബാലന്മാരും ಹುಡುಗರು യഹോവേ സ്തുതിക്കട്ടെ. ಯೆಹೋವನನ್ನು ಕೊಂಡಾಡಲಿ.
ಯುವಕನ್ಮಾರು, ಯುವಕರು, ಯುವತಿಗಳು, ಯೌವನಸ್ಥರು, ವೃದ್ಧನ್ಮಾರು, ಬಾಲನ್ಮಾರು, ಮುದುಕರು, ಹುಡುಗರು, ಆ ಎಲ್ಲರೂ ಎಲ್ಲರೂ യഹോവയെ സ്തുതിക്കട്ടെ. ಯೆಹೋವನನ್ನು ಕೊಂಡಾಡಲಿ. വയസ്സായി എന്ന് പറഞ്ഞ ആരാധന നിർത്താൻ പാടില്ല. ವಯಸ್ಸಾಯ್ತು ಎಂಬುದಾಗಿ ಆರಾಧನೆ ನಿಲ್ಲಿಸಬಾರದು. സ്ഥാനം ഉയർന്നു എന്ന് പറഞ്ഞ ആരാധന നിർത്താൻ പാടില്ല. ನಮ್ಮ ಸ್ಥಾನಗಳು ಉನ್ನತಕ್ಕೆ ಹೋದಾಗ ಆರಾಧನೆ പണം ನಿಲ್ಲಿಸಬಾರದು. കൂടിയതുകൊണ്ട് ആരാധന നിർത്താൻ പാടില്ല. ಹಣ ಜಾಸ್ತಿ ಆದಾಗ ಆರಾಧನೆ ദൈവത്തെ ನಿಲ್ಲಿಸಬಾರದು. ആരാധിക്കാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. ದೇವರನ್ನು ಆರಾಧಿಸುವುದಕ್ಕಾಗಿ ದೇವರು ആ ദൈവത്തെ ആരാധിക്കണം. ದೇವರನ್ನು ಆರಾಧಿಸಬೇಕು. അപ്പോൾ ഒന്ന് സമയമില്ല, ಸಮಯ ಕಡಿಮೆ ಇದೆ. ഇവിടെ നാം വായിക്കുന്നത് എന്താണ്? ഇനി അതിന്റെ ബാക്കി കാര്യം നെക്സ്റ്റ് ഞാൻ നാളെ പറയാം. ഇനി സമയമില്ല, സമയം തീരാറായി. ನನ್ನ ಸಮಯ ಮುಗಿತಾ ಇದೆ. ಅದರ ವಾಕ್ಯವನ್ನ ಮುಂದಿನ അപ്പോൾ എന്താണ് വേണ്ടത്? ಅಲ್ಲಿ ಏನು ಹೇಳ್ತಾ ಇದೆ? ആസാഫ് പറയുകയാണ്, ಆಸಾಫನು ಹೇಳ್ತಾನೆ, ഞങ്ങൾ നിന്നെ ആരാധിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ಆರಾಧಿಸುತ್ತೇವೆ. ഞങ്ങൾക്ക് ജീവൻ വേണം, ನಮಗೆ ഞങ്ങളുടെ അകത്തൊരു ചൈതന്യം വേണം. ഇന്ന് പകൽ ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളെ, എന്റെ നിന്റെ ഉള്ളില് ನನ್ನ ನಿನ್ನ ಒಳಗಡೆ ദൈവം ഒരു ചൈതന്യം നൽകിയ, ചൈതന്യം ദൈവം ഒരു ബലം നൽകിയ, ദൈവം നമുക്കൊരു ശക്തി നൽകിയ, എത്ര പ്രതികൂലം വന്നാലോ എന്തെല്ലാം വന്നാലോ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകുന്നവർക്ക് വേണ്ടി ചൈതന്യം പകരുന്ന, ಶಕ್ತಿ ಕೊಡುವಂತಹ, ചൈതന്യം കൊടുക്കുന്ന ಚೈತನ್ಯ ഒരു ಕೊಡುವಂತಹ ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. ದೇವರು ನಮಗಾಗಿದ್ದಾನೆ. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ನಿನ್ನೆ ನಾನು ಹೇಳಿದೆ, പൗലോസും ശീലാസും ಪೌಲ ಸೀಲರು ശരീരം മുഴുവൻ വേദനയാണ്, ಶರೀರವೆಲ್ಲ ನೋವಿನಿಂದ, ശരീരത്തിലെല്ലാം മൊത്തം വേദനയാണ്, ಎಲ್ಲ ಗಾಯಗಳಿಂದ രക്തം വാർന്നൊലിക്കുന്നു, ರಕ್ತ ಸುರಿತಾ ಇದೆ. എന്ത് ചെയ്യണമെന്നറിയില്ല. ಏನು ಮಾಡಬೇಕು ಗೊತ್ತಿಲ್ಲ. എന്നാൽ അവരുടെ അകത്ത് ചൈതന്യം നഷ്ടപ്പെട്ടില്ലായിരുന്നു. ಒಳಗಡೆ ಇರುವಂತ ಚೈತನ್ಯ അവരുടെ അകത്ത് ചൈതന്യം ഉണ്ടായിരുന്നു. ಅವರೊಳಗೆ ಚೈತನ್ಯ അവർ ಇತ್ತು. ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായി. ಆರಾಧಿಸಿದ್ರು. അവർ ദൈവത്തെ ആരാധിച്ചപ്പോൾ ಅವರು ದೇವರನ್ನು ಆರಾಧಿಸಿದಾಗ അവരുടെ ഉള്ളിലെ ചൈതന്യം കൊണ്ട് ಅವರ ಒಳಗಡೆ ಚೈತನ್ಯ ಬಂದು മറ്റുള്ളവർക്ക് ചൈതന്യം വന്നെങ്കിൽ ಅವರಲ್ಲಿ ಇರುವಂತ ಇನ್ನೊಬ್ಬರಿಗೆ ಚೈತನ್ಯ ಬಂತು. ഇന്ന് പകൽ ഞാനും നിങ്ങളും ആരാധിക്കുമ്പോൾ ನಾವು ನೀವು ಆರಾಧಿಸುವಾಗ തൊട്ടടുത്തുള്ളവന് ನಮ್ಮ ಪಕ್ಕದಲ್ಲಿ ಕೂತವರಿಗೆ ചൈതന്യം നൽകുന്ന ഒരു ദൈവമുണ്ട്. ಅವರಿಗೆ ಚೈತನ್ಯ ಕೊಡುವಂತ ದೇವರಿದ್ದಾನೆ. ദൈവം ചൈതന്യം നൽകുന്നു. ದೇವರು ಚೈತನ್ಯ ಕೊಡುತ್ತಾನೆ. പണ്ടൊക്കെ എന്ത് ചെയ്യാറുന്നറിയാമോ? ಮೊದಲೆಲ್ಲ ಏನು ಮಾಡ್ತಾ ಇದ್ರು ಗೊತ್ತಾ? സഭകളിൽ എന്താ ചെയ്തോണ്ടിരുന്നറിയാമോ? ಸಭೆಗಳಲ್ಲಿ ಏನು ಮಾಡ್ತಾ ಇದ್ರು? കാരണം ഇതൊക്കെ നമ്മൾ ഈ പുതിയ ജനറേഷൻ വന്നതുകൊണ്ടാണ് പലതും നമ്മൾ അറിയാതെ പോയത്. ಈಗ ಹೊಸ ಜನರೇಷನ್ ಬರುವಾಗ ನಾವು ಅದನ್ನೆಲ್ಲ ಮರ್ತು ಬಿಟ್ಟಿದ್ದೇವೆ. കാരണം മുമ്പൊക്കെ ಮೊದಲೆಲ್ಲ അന്യഭാഷയിൽ ആരാധിക്കുന്ന ജനത്തിന്റെ ഇടയ്ക്ക് ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ಆರಾಧಿಸುವ ಜನರ ಮಧ್ಯದಲ್ಲಿ ആരെ ഇരുത്തോന്നറിയാമോ? ರೋಗಿ ಇರ್ತೋ, ಅಭಿಷೇಕಂ ಪ್ರಾಪಿಕಾತನ ಕೊಂಡಿರ್ತೋ. ಅಭಿಷೇಕ ಯಾರು ಹೊಂದಿಲ್ಲ ಅವರನ್ನ ಅಭಿಷೇಕ ಹೊಂದಿದವರ അവിടെ കൊണ്ടിರ್ತೋ. ಅಲ್ಲಿ ಕಲ್ಲಿನ ಉಪಾದಿಲಿ ಕೂತವರನ್ನ ತಂದು ಕೂರಿಸ್ತಾರೆ. ചുറ്റും ഇരുന്ന് ആരാധിക്കുകയാണ്, ಸುತ್ತಲೂ ಆರಾಧಿಸ್ತಾರೆ. ആരാധിക്കുന്ന ശക്തിയുടെ നടുവിൽ അവന്റെ മേലും അഭിഷേകം ഇറങ്ങി വരും. ಆರಾಧಿಸುವ ಶಕ್ತಿಯ ಮಧ್ಯದಲ್ಲಿ ಈ ವ್ಯಕ್ತಿಯ ಮೇಲೂ ಆತ್ಮನು എന്താ സംഭവിച്ചെന്നറിയാമോ? ಏನು ನಡೆಯಿತು ಗೊತ್ತಾ? ദൈവത്തിന്റെ ശക്തി വന്നപ്പോ, ದೇವರ ಶಕ್ತಿ ಇಳಿದಾಗ ദൈവത്തിന്റെ വചനം ഇങ്ങനെയാ പറയുന്നത്, ಹೀಗೆ ಹೇಳುತ್ತದೆ, അത് തീ പോലെ ഇറങ്ങി വരുന്നു. ಬೆಂಕಿಯೋಪಾದಿಯಲ್ಲಿ ಇಳಿತು. അങ്ങനെ ഇരിക്കുമ്പോൾ ಆಗಿರುವಾಗ കല്ല് പോലുള്ള വ്യക്തിയെ ಕಲ್ಲು ರೂಪದಲ್ಲಿ അവനെ മാറ്റാൻ കഴിവുള്ളതാണ് ഈ ശക്തി. ಅವನನ್ನು ಬದಲಾವಣೆಗೊಳಿಸುವ അവൻ ദൈവത്തെ ആരാധിക്കും. ಅವನು ಕೂಡ ದೇವರನ್ನು ഇന്ന് ಆರಾಧಿಸ್ತಾನೆ. പകൽ നമ്മൾ ചൈതന്യം പ്രാപിച്ചാൽ, ನಾವು ಚೈತನ್ಯ നമ്മൾ ಹೊಂದಿಕೊಳ್ಳುವಾಗ, ആരാധിക്കാൻ തുടങ്ങിയ ನಾವು ಆರಾಧಿಸುವಾಗ വെറുതെ ഇരിക്കുന്നവന്റെ മേൽ ಸುಮ್ಮನೆ ನಿಂತವನ ಮೇಲೆ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി, ದೇವರ ಆತ್ಮನ ಶಕ್ತಿ നമ്മിൽ ಇಳಿಯುತ್ತದೆ. വരുന്ന ശക്തി, ನನ್ನಲ್ಲಿರುವ ಶಕ್ತಿ, നമ്മുടെ അകത്ത് പ്രവർത്തിക്കുന്ന ശക്തി, ನನ್ನಲ್ಲಿ ಕ್ರಿಯೆ ಮಾಡುವ അത് ಶಕ್ತಿ, ജനത്തിന്റെ ഉള്ളിലേക്ക് പോകുന്നു. ಅದು ಜನರ ಮೇಲೆ അത് ಹರಿಯುತ್ತದೆ. പാപത്തിലിരിക്കുന്നവരുടെ മേൽ ಅದು പോകുന്നു. ಪಾಪದಲ್ಲಿ ನಿಂತವರ ಮೇಲೆ അത് ಹೋಗುತ್ತದೆ. രോഗികളെ സൗഖ്യമാക്കുന്നു. ಅದು ರೋಗವನ್ನು ಸೌಖ್ಯ ഇന്ന് ಮಾಡುತ್ತದೆ. പകൽ ദൈവസന്നിധിയിൽ നമ്മൾ ആരാധിച്ചാൽ ನಾವು ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಆರಾಧಿಸುವಾಗ എനിക്ക് മാത്രമല്ല വിടുതല, ನನಗೆ ಮಾತ್ರವಲ್ಲ എനിക്ക് ಬಿಡುಗಡೆ, മാത്രമല്ല സൗഖ്യം, ನನಗೆ ಮಾತ್ರ ಸೌಖ್ಯವಲ್ಲ, തൊട്ടടുത്തിരിക്കുന്ന ನನ್ನ ಪಕ್ಕದಲ್ಲಿ ಕೂತಿರುವ വ്യക്തി എത്ര വലിയ രോഗമായിരുന്നാലും ಎಷ್ಟು ದೊಡ್ಡ ಕಾಯಿಲೆ ಆದರೂ അവർക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന ശക്തി ಅವರ ಮೇಲೆ ಕ್ರಿಯೆ ಮಾಡುವ ಶಕ್ತಿ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കുക. ನಮ್ಮನೆ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಒಪ್ಪಿಸೋಣ. കണ്ണുകളെ അടയ്ക്കുക, ಕಣ್ಣನ್ನು ಮುಚ್ಚೋಣ. ദൈവമുഖത്തേക്ക് നോക്കാം, ದೇವರ ಮುಖವನ್ನು ನೋಡೋಣ. കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുക. ದೇವರ ಕರದಲ್ಲಿ ಸಮರ್ಪಿಸೋಣ. നമ്മൾ ഒരു മിനിറ്റ് എല്ലാവരും വായി തുറക്കാം. ഒരു നിമിഷം എല്ലാവരും അതരങ്ങളെ തുറക്കാം. ನಾವು ನಮ್ಮ ಬಾಯಿಗಳನ್ನು ತೆರೆದು ആരും മൗനമായിരിക്കാതെ ನಾವು അല്പ ಮೌನವಾಗಿರದೆ നിമിഷങ്ങൾ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ದೇವರಿಗೆ ಸ್ತೋತ್ರ കർത്താവേ, ಕರ್ತನೇ, എന്റെ ഉള്ളിൽ ചൈതന്യം നൽകണമേ, ಚೈತನ್ಯ ಕೊಡು, എന്റെ ഉള്ളിൽ ബലം നൽകണമേ, ಬಲ ಕೊಡು, ഞാൻ നിന്നെ ആരാധിക്കണം. ನಾನು ನಿನ್ನನ್ನು ಆರಾಧಿಸಬೇಕು. എന്തിനാണ് ചൈതന്യം? ಯಾಕೆ ಚೈತನ್ಯ? ജോലി ചെയ്യാനല്ല, ಕೆಲಸಕ್ಕಾಗಿ ಅಲ್ಲ, ദൈവ മറ്റുള്ള കാര്യങ്ങൾക്കല്ല. ಬೇರೆ ಕಾರ್ಯಗಳಿಗಾಗಿ ಅಲ್ಲ. എന്തിനാണ് ചൈതന്യം? ಯಾಕೆ ಚೈತನ್ಯ? ആസാഫ് പറയുകയാണ്, ಆಸಾಫನು ಹೇಳುತ್ತಾನೆ, ഞാൻ പാടുന്നവനാണ്, ನಾನು ಹಾಡುತ್ತೇನೆ, ഞാൻ സ്തുതിക്കുന്നവനാണ്, ನಾನು ಸ್ತುತಿಸ್ತೇನೆ. എന്നാൽ ചൈതന്യമില്ലാതെ പോയാൽ, ಚೈತನ್ಯ ಇಲ್ಲದೆ ಹೋದ್ರೆ, ഉത്സാഹമില്ലാതെ പോയാൽ, ಆಸಕ್ತಿ ಇಲ್ಲದೆ ಹೋದ್ರೆ,
ആരാധനയിൽ പ്രസാദിക്കുകയില്ല. ನೀನು ಆರಾಧನೆಯಲ್ಲಿ ಪ್ರಸಾದಿಸುವುದಿಲ್ಲ. ഇന്ന് പകൽ ദൈവം ആഗ്രഹിക്കുന്നത് ದೇವರು ಆಸೆ ಪಡುವಂತದ್ದು നമ്മുടെ ഉള്ളിൽ ഒരു ചൈതന്യം വരട്ടെ. ನಮ್ಮೊಳಗಡೆ ಒಂದು ಚೈತನ್ಯ, നമ്മുടെ ഉള്ളിൽ ഒരു ചൈതന്യം വരട്ടെ. ನಮ್ಮೊಳಗಡೆ ಒಂದು ಚೈತನ್ಯ ಬರಲಿ. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ನಾವೆಲ್ಲರೂ ದೇವಸ್ಥಾನದಲ್ಲಿ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ನಾವು ಎದ್ದು ನಿಂತುಕೊಳ್ಳೋಣ. നാമെല്ലാം അല്പ നിമിഷം ആരാധിക്കാൻ പോവുകയാണ്. ಸ್ವಲ್ಪ ಸಮಯ ಆರಾಧಿಸುತ್ತೇವೆ. നമ്മുടെ ഉള്ളിൽ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി, ನಮ್ಮಲ್ಲಿ ದೇವರನ್ನು ಆರಾಧಿಸುವುದಕ್ಕಾಗಿ, ചൈതന്യം നൽകുക, ಚೈತನ್ಯ ಕೊಡುವುದಕ್ಕಾಗಿ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ನಾವು ದೇವರ ಕರದಲ್ಲಿ ಒಪ್ಪಿಸಿಕೊಡೋಣ. നമ്മൾ പ്രാർത്ഥിക്കുക. ನಾವು ಪ್ರಾರ್ಥಿಸೋಣ. അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. ಅದ್ಭುತ ಮಾಡುವಂತ ജയം ದೇವರು, നൽകുന്ന ദൈവമുണ്ട്. ಜಯ ಕೊಡುವಂತ ದೇವರು ഇന്ന് പകൽ ആ ചൈതന്യം മടക്കി ಆ വരുന്നട്ടെ. ಚೈತನ್ಯವನ್ನು ಹಿಂದಿರುಗಿ ಕೊಡುತ್ತಾನೆ. ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ದೇವರೇ ನನ್ನ ಯಥಾಸ್ಥಾನಪಡಿಸು. ദൈവമേ ഞങ്ങളെ പണ്ടത്തെ അനുഭവത്തിലേക്ക് കൊണ്ടുവരണമേ. ನೈರೇನು ಮತ್ತೆ ನಾನು ತಿರುಗಿ ಅದೇ ಸ್ಥಳಕ್ಕೆ പണ്ടത്തെ ತರುವ. അതേ ആത്മശക്തി നൽകണമേ. ಆತ್ಮಶಕ್ತಿಯಿಂದ ആ ತುಂಬಿಸು. ബലം നൽകണമേ. ನಾನು ಬಲ ಕೊಡು. എല്ലാവരും അതരങ്ങളെ തുറക്കാം. ಆ ರೀತಿಯಾಗಿ അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിക്കാം. ದೇವರನ್ನು ಆರಾಧಿಸೋಣ. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ದೇವರಿಗೆ ಮಹಿಮೆ ಕೊಡೋಣ. നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്ന ನಮ್ಮೊಳಗಡೆ ಇಳಿದು ആ ಬರುವಂತಹ ദൈവശക്തിക്കായി ಆ സ്തോത്രം. ದೇವರ ಶಕ್ತಿಗಾಗಿ ഇന്ന് ದೇವರಿಗೆ പകൽ ಸ್ತೋತ್ರ. ദൈവമുഖത്തേക്ക് നോക്കി ದೇವರ ಮುಖವನ್ನು ನೋಡಿ അന്യഭാഷകളിൽ ദൈവത്തെ ಅನ್ಯ ആരാധിക്കാം. ಭಾಷೆಗಳ ದೇವರನ್ನು ಆರಾಧಿಸೋಣ. ദൈവത്തെ മഹത്വപ്പെടുത്താം. ನಮ್ಮನ್ನೇ ಬಿಟ್ಟುಕೊಡೋಣ. പൗലോസും ശീലാസും ആരാധിച്ചപ്പോൾ ಪೌಲ ಸೀಲರು ಆರಾಧಿಸಿದ ರೀತಿಯಲ್ಲಿ അവർക്ക് മാത്രമല്ല ಅವರಿಗೆ ಮಾತ್ರವಲ್ಲ മറ്റുള്ളവരിലേക്ക് ಪ್ರತಿಯೊಬ್ಬರಿಗೆ ಮೇಲೂ ആ ശക്തി ഇറങ്ങി ಆ ಶಕ್ತಿ ചെന്നതുപോലെ ಇಳಿದು ಬರುವಂತ ഇന്ന് ರೀತಿಯಲ್ಲಿ പകൽ നമ്മൾ ഇവിടെ ಇವತ್ತು ആരാധിക്കുമ്പോൾ ಹಗಲಿನಲ್ಲಿ ನಮ್ಮ ಮೇಲೆ ಕೂಡ നമുക്ക് മാത്രമല്ല ಅವರಿಗೆ ಮಾತ್ರವಲ್ಲ നമ്മുടെ കുടുംബത്തില്, ನಮ್ಮ ಕುಟುಂಬದಲ್ಲಿ, നമ്മുടെ മക്കളില്, ನಮ್ಮ ಮಕ್ಕಳಲ್ಲಿ, നമ്മുടെ ബന്ധുക്കളില്, ನಮ್ಮ ಸಂಬಂಧಿಕರಲ್ಲಿ, നമ്മുടെ ചാർച്ചക്കാരില് ನಮ್ಮ ಸ್ವಂತದವರಲ್ಲಿ ആ ശക്തി ഇറങ്ങുക. ಆ ಶಕ್ತಿ ಇಳಿಯಲಿ. ആ ശക്തി ഇറങ്ങി വരുക. ಆ ಶಕ್ತಿ ಇಳಿಯಲಿ. അവരിലൊരു മാറ്റം കൊടുക്കുക. ಅವರನ್ನು ಬದಲಾವಣೆ അവരിലൊരു ಪಡಿಸುವುದಕ್ಕಾಗಿ, ജയം നൽകുക. ಅವರೊಂದು ವ್ಯತ್ಯಾಸ ശക്തനായ ഒരു ദൈവ ಆತನಲ್ಲಿ ಅದ್ಭುತ ഇന്ന് ಮಾಡೋದಕ್ಕಾಗಿ ഇന്ന് പകൽ നമുക്ക് വേണ്ടി ಈ ಹಗಲಿನಲ್ಲಿ അവർ ಅವರಿಗಾಗಿ ജീവിക്കുന്നു. ಅವರು ആ ಜೀವಿಸುತ್ತಾರೆ. കർത്താവിന്റെ സന്നിധിയില് ಆ ಕರ್ತನ നമ്മെ ಸನ್ನಿಧಾನದಲ್ಲಿ സമർപ്പിച്ചുകൊണ്ട് ನಮ್ಮನ್ನೇ ಒಪ್ಪಿಸಿಕೊಳ್ಳೋಣ. നമുക്ക് പ്രാർത്ഥിക്കാം. ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡಿಕೊಳ್ಳೋಣ. ದೇವರೇ, ನಿನ್ನ ಶಕ್ತಿಯನ್ನು ನಮ್ಮಲ್ಲಿ ಇಳಿಸಪ್ಪ. ನಿನ್ನ ಆತ್ಮದಿಂದ ನಮ್ಮನ್ನು ತುಂಬಿಸಪ್ಪ. ಓ, ನಿನ್ನ ಕೃಪಾವರಗಳನ್ನು ತುಂಬಿಸಿ ಕರ್ತನೆ. ನಮ್ಮ ಶರೀರದಲ್ಲೊಂದು ವ್ಯತ್ಯಾಸ, ನಮ್ಮ ಶರೀರದಲ್ಲೊಂದು ಬಿಡುಗಡೆ ಅಪ್ಪ. ನೀನು ಬಿಡುಗಡೆ ಮಾಡುವಂತ ದೇವರು ಸ್ವಾಮಿ. ಹಾಲೆಲೂಯ. ನಾನು ಬಿಟ್ಟು ಕೊಡ್ತಾ ಇದ್ದೇನೆ ಕರ್ತನೆ. ಈ ಕ್ಷಣ, ಈ ಸಮಯ ನನ್ನದಾಗಿದೆ. ಇವತ್ತು ನನ್ನ ಬಿಡುಗಡೆ ದಿವಸವಾಗಿದೆ, ನನ್ನ ಸೌಖ್ಯದ ದಿವಸವಾಗಿದೆ. ಓ, ನನ್ನ ಬದಲಾವಣೆ